ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടിയുണ്ട്. എന്നിട്ട് ഞാൻ ശരിയായ മറുപടി പറഞ്ഞ്, എന്നാലും ഒത്തിരി ഉണ്ട്, എന്നാലും ഇപ്പം നിർത്താം നമുക്ക്. ഓക്കെ, ശ്രദ്ധിക്കുക. അത് അതായത് കുറച്ചുകൂടെ ഉണ്ടായിരുന്നു, ഞാനത് പറയാം. അപ്പോസ്തലർ 2:38-39 വരെ ഓരോരുത്തർ കർത്താവായ യേശുക്രിസ്തു മാനസാന്തരപ്പെട്ട് തങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തു നാമത്തിൽ വിശ്വസിപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും എന്ന് പറഞ്ഞിട്ട് ഈ വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ദൈവമായ കർത്താവ് വിളിച്ചു വരുന്ന ദൂരസ്ഥർ, അതായത് ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് രക്ഷ വന്നിരിക്കുകയില്ലേ, പിന്നെ ഇനി അതിലുപരിയായി എന്താണ് വില്യം മരിയം ബ്രൺഹാമിലൂടെ വന്നത് കേട്ടില്ലെങ്കിൽ നശിക്കുമെന്ന് പറയുന്നത് എന്ന ഒരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. അങ്ങനെയെങ്കിൽ 66 പുസ്തകങ്ങളും ദൈവത്തിന്റെ ആത്മാവിനാൽ രചിക്കപ്പെട്ടതും ഇതൊരു കംപ്ലീറ്റ് പുസ്തകമായിട്ട് ഈ കാലഘട്ടത്തിൽ, ഈ കൃപായുഗത്തിൽ അപ്പോസ്തലന്മാരുടെ ഉപദേശത്താൽ ഈ കൃപായുഗത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ യേശുക്രിസ്തു തിരഞ്ഞെടുത്ത് അപ്പോയിന്റ് ചെയ്ത് അനോയിന്റ് ചെയ്ത് വിട്ട ആ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെക്കാൾ ഉപരി ബ്രഹ്മണാമിന്റെ ഉപദേശമാണ് ഈ സഭകളിൽ കേൾക്കേണ്ടതെന്ന് പറയുന്ന അതിന്റെ പൊരുൾ എന്താണ്? അവര് രക്ഷക്കുള്ള മാർഗം യേശുക്രിസ്തുവിലുള്ള അപ്പോസ്തലന്മാരുടെ 7 ഉപദേശങ്ങള്, പിന്നെ എങ്ങനെയാണ് വിശ്വാസം ആയിരിക്കേണ്ടത്, ഇതിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഉപദേശങ്ങൾ എപ്പിസൽ മുഖാന്തരമായിട്ട് അപ്പോസ്തലന്മാർ നമ്മ ബൈബിളിലൂടെ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവര് പറയുന്നു ഈ ബ്രഹ്മണാമിന്റെ ഉപദേശം കേൾക്കാത്തൊരു ആ നരകത്തിൽ പോകുന്നു പറയുന്നു. അതുമായിട്ട് എന്താ ബന്ധം? ഇവിടെ അവരുടെ വേർഷൻ ഓഫ് ടീച്ചിങ് ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് ഈ പറയുന്ന അപ്പസ്തോലിക ഉപദേശങ്ങളൊന്നും അവർ നിരാകരിക്കുന്നില്ല. ഇൻ അഡീഷൻ ടു ദാറ്റ് അവർ പ്രോഫറ്റിനെയും കേട്ടല്ലോ. അപ്പോസ്തലന്മാരുടെ 18 വർഷം ഇതിനകത്തുണ്ടായിരുന്നിട്ട് തിരികെ പോയ ഒരാളാണ്. ഇത് കൾട്ടാണെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വായിലൂടെ തന്നെ വരുന്ന രണ്ടാമത്തെ കാര്യമാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം ഒന്നും നിരസിക്കുന്നില്ല. തീർന്നില്ലേ അവിടെ? ഇദ്ദേഹത്തിന് നരകം ഉറപ്പായില്ലേ? അദ്ദേഹത്തിലൂടെ തന്നെ ഈ കാര്യം പുറത്തു വന്നു. പിന്നെ എന്താണ് അദ്ദേഹം പറയാൻ ശ്രദ്ധിച്ചു നോക്കുക. അദ്ദേഹത്തിലൂടെ സംസാരിക്കപ്പെട്ട മെസ്സേജിനെ അവർ ഉയർത്തിപ്പിടിക്കുന്നു. പിന്നെ മാത്രമല്ല, അദ്ദേഹം സംസാരിച്ച പുസ്തകങ്ങൾ ആണ് ഇവർക്ക് പ്രസംഗ വിഷയം. പക്ഷെ ഞാൻ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് ഞാൻ അവരുടെ ഏതെങ്കിലും പ്രസംഗം, ഒരു പുസ്തകത്തിലെ കാര്യങ്ങൾ അങ്ങനെ തന്നെ പ്രസംഗിക്കുന്ന ആളായിരുന്നില്ല ഞാൻ. അപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഒരു നിർദ്ദേശം പുള്ളി അന്ന് ജീവിച്ചിരിക്കുമ്പോൾ കാലത്ത് പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മളൊരു സംഘടനാ സഭ ഇല്ലാത്തതുകൊണ്ടും നമ്മുടെ മേളിൽ ആരും ഇല്ലാത്തതുകൊണ്ടും നമ്മൾ അത് മാത്രം പ്രസംഗിക്കാൻ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പല കാര്യങ്ങളും ബൈബിളിൽ നിന്ന് പ്രസംഗ വിഷയം എടുത്തപ്പോൾ പലയിടത്തും അദ്ദേഹം ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വലിയൊരു ആശയക്കുഴപ്പമുണ്ട്. ഈ ആശയക്കുഴപ്പത്തിന്റെ ഭാഗമായിട്ട് ഏകദേശം 2010 മുതൽ 18 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ ഈ മെസ്സേജ് പാടെ ഉപേക്ഷിച്ചു. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഞങ്ങള് സൺഡേ കേട്ടല്ലോ. വില്യം അദ്ദേഹത്തിന് ചോദ്യം കറക്റ്റ് ആയിരുന്നു. ഒരു ഭാഗം കറക്റ്റാണ്. അപ്പോസ്തലന്മാരുടെ ഉപദേശം ഖണ്ഡിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം പ്രസംഗിച്ചു കഴിഞ്ഞതിന് നമ്മൾ പുസ്തകങ്ങളാക്കി കൊണ്ടു നടക്കുന്നു. അത് എപ്പോഴും അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നു. അതിനുള്ള കാരണം ദൈവം ഈ കാലത്ത് ഒരു മനുഷ്യനെ ഉപയോഗിച്ചു. ആ മനുഷ്യനിലൂടെ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള ദൈവീക സത്യങ്ങൾ ദൈവം സംസാരിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് അത് പുസ്തകം. പിന്നെ നമ്മളിനി വേറെ വ്യാഖ്യാനിക്കണോ, വേറെ പഠിപ്പിക്കണോ? ഇന്ന് പെന്തക്കോസ്ത് മറ്റുള്ള സഭകൾ പഠിപ്പിക്കുന്ന ബൈബിളിൽ ഒരു വാക്യം എടുത്തിട്ട് ഇപ്പം യോഹന്നാൻ 14 ദൈവം ഭവനം ഒരുക്കാൻ പോയിരിക്കുന്നു, ദൈവം വന്ന് ഭവനം ഒരുക്കിയ ശേഷം, യേശു ഭവനം ഒരുക്കാൻ പോയിരിക്കുന്നു, ഭവനം ഒരുക്കിയ ശേഷം വന്ന് നമ്മെ കൊണ്ടുപോകും. ഇതല്ലേ പഠിപ്പിക്കുന്നത്? അത് ശുദ്ധ ഭോഷ്ക, അത് സാത്താൻ്റെ ഉപദേശം. ഇത് യേശു അല്ല, ഞാൻ പറഞ്ഞില്ല 3 ടൈപ്പിൽ സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മണവാട്ടിക്ക് അല്ലാതെ സംസാരിച്ചതാണ്. എല്ലാ സഭയും പഠിപ്പിക്കുന്നത് യേശു ഭവനം ഒരുക്കാൻ പോയിരിക്കുന്നു, ശുദ്ധ ഭോഷ്ക. ഞാൻ ഇപ്പോൾ എടുക്കാതെ കുറിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മറുപടി തന്നെ അത് വരുന്നുണ്ട്. ഇദ്ദേഹത്തിന് അബ്രഹാം കുട്ടി പാസ് ചോദിച്ചതിന് ഞാൻ മറുപടി കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ വില്യം ബ്രൺഹാം സംസാരിച്ചത് മാത്രം നമ്മൾ എടുക്കുന്നതിൻ്റെ കാരണം എന്താ? ദൈവം അദ്ദേഹത്തെ ഒരുവനെ, ഇതൊക്കെ ഈ കാലം നോഹയുടെ കാലം, നോഹ ഏകവചനമല്ലേ, ഒരുവനല്ലേ ദൈവം ഉപയോഗിച്ചു. നോഹമാരുടെ, അപ്പോസ്തലന്മാരുടെ, പ്രവാചകന്മാരുടെ എന്നല്ലല്ലോ, ഒരുവൻ്റെ, നോഹയുടെ കാലം പോലെ. നോഹ എന്ന ഒരു മനുഷ്യനിലൂടെ ദൈവം പറഞ്ഞത് കേൾക്കാത്തത് എല്ലാവരെയും കൊന്നെങ്കിൽ ഈ കാലവും അങ്ങനെ തന്നെയാകും. അതുകൊണ്ടാണ് അദ്ദേഹത്തിലൂടെ ദൈവം സംസാരിച്ചത്. പുസ്തകങ്ങളായിട്ടുണ്ട്, വോയിസ് ഉണ്ട്. നമുക്കതാണ് ആഹാരം.
മണവാട്ടിയുടെ മന്ന അതാണ്, മറ്റൊന്നല്ല. അതുകൊണ്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് അത് അറിയാമായിരുന്നു. ഒന്ന് രണ്ട് ഇംഗ്ലീഷ് അദ്ദേഹത്തിൻ്റെ വില്യം ബ്രൺഹാമിൻ്റെ പ്രസംഗം കേട്ട് ഇദ്ദേഹം മലയാളം പുസ്തകങ്ങളാക്കിയിട്ടുമുണ്ട്. ഓക്കെ, അത് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് മറ്റൊരു വീഡിയോയിൽ. ഓക്കെ, പറഞ്ഞ ഒരു കാര്യമില്ല. ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരു എന്താ പറയുക, ഒരു വിരസം. അതായത് ഇദ്ദേഹം ഇതിൽ നിന്ന് വിട്ടുപോയതിന് ശേഷം അദ്ദേഹം എന്താണ് ക്രിസ്തു ഇല്ലാതെ ജീവിച്ചു വന്നു. ഓക്കെ, എന്തായാലും കേട്ടല്ലോ, അദ്ദേഹം തന്നെ പറഞ്ഞു. ഇനി ഈ അബ്രഹാം കുട്ടി പാസ്റ്ററുടെ ചോദ്യം എന്തായിരുന്നു? പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരിലൂടെ നൽകിയ ആ വിശ്വാസത്തിന് പുറമെയായിട്ട് എന്താണ് ഇവർ പഠിപ്പിക്കുന്നത്, എന്താണ് അതിനേക്കാൾ അധികം പ്രാധാന്യം? ഇതായിരുന്നു ചോദ്യം. ഞാനത് പറഞ്ഞു തരാം. ഒന്നാമത് എനിക്ക് പറയേണ്ടത് ബൈബിൾ കോളേജ് സാത്താന്യമാണ്. കത്തോലിക്ക സഭയാണ് ബൈബിൾ കോളേജ് കൊണ്ടുവരുന്നത്. കത്തോലിക്ക സഭ സാത്താൻ്റെ സഭയാണ്. പിശാചാണ് അതിനെ നയിച്ചുകൊണ്ട് പോകുന്നത്. മനുഷ്യരെയാണ് മധ്യസ്ഥരാക്കി വെച്ചിരിക്കുന്നത്. പുരോഹിതന്മാരാണ് അവർക്ക് ദൈവം. അവരാണ് ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന സ്നാനം വീണ്ടും കൊണ്ടുവന്നത്. അപ്പോസ്തലന്മാരുടെ കാലം AD 53. ആ 53 നടന്ന കാര്യമാണ് ബൈബിളിൽ ചോദിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു നാമത്തിൽ സ്നാനം 312 ശേഷം, AD 312 ശേഷം അവിടെ നിക്കാ സുനഗദോസ് വിളിച്ചു കൂട്ടി അവന്മാരതിനെ ഖണ്ഡിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയും പെന്തക്കോസ്ത് വരെയും ഇതാണ് വെളിപ്പാടിൽ പറഞ്ഞത്, ഞാൻ അവളെയും അവളുടെ പുത്രിമാരെയും കൊന്നുകളയും. അപ്പോൾ അവർ തെറ്റായി പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പെട്ടെന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ മനസ്സിലാകും വില്യം മാരിയം ബ്രൺഹാമാണോ ദുരുപദേശകൻ. അബ്രഹാം കുട്ടി പാസ്റ്റർ, നിങ്ങളായിരിക്കുന്ന യേശുനാമ സഭ എന്ന് പറയുന്ന നിങ്ങളും പൈശാചികമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവ്. ഇപ്പോൾ തന്നെ ഒരു കാര്യം, യോഹന്നാൻ സ്നാപകൻ 14-ാമത്തെ അധ്യായത്തിൽ നോക്ക് 3 ടൈപ്പിൽ സംസാരിച്ചിരിക്കുന്നു എന്നതിൻ്റെ കുറേ കാര്യമുണ്ട്. അതിൻ്റെ ഒരു കാര്യം ഇതിനകത്ത് കയറി വരുന്നു. അവിടെ യേശു ആദ്യം പറഞ്ഞത് യോഹന്നാൻ 14:1, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഫുൾ സ്റ്റോപ്പ്. ഭവനം ഉണ്ട്, വാസസ്ഥലം ഉണ്ടെന്നാണ് പറഞ്ഞത്. 3 ടൈപ്പ് ജനങ്ങൾക്ക് വേണ്ടി ഇനി അടുത്ത ടൈപ്പ്, ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു, പോയി സ്ഥലം ഒരുക്കിയ ശേഷം വന്ന് നിങ്ങളെ പിന്നെയും ചേർത്ത് കൊണ്ടുപോകും. ഈ പിശാച് ബൈബിൾ കോളേജ് വഴി പഠിപ്പിച്ചു കൊടുത്ത രണ്ടാമത്തതാണ്. അത് മരണത്തിനുള്ളതാണ്. വില്യം മാരിയം ബ്രൺഹാമിലൂടെയും സംസാരിച്ചിട്ടുണ്ട് ഇതുപോലെ. 7 കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് സംഭവിച്ച് തീരേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൽ ഏകദേശം 5-6 കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ തന്നെ പറഞ്ഞ് 77 ഇത് സംഭവിച്ച് തീരേണ്ടതാകുന്നു. ഇത് പ്രവചനമായിട്ടല്ല, എന്നുവെച്ചാൽ ദസ് ചെയ്തലോടല്ല, ഞാൻ പറയുന്നു, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുന്നു. എന്തിനാണ് ഇത്? യേശു എന്നെ സംസാരിച്ചില്ല. ഇപ്പോൾ യോഹന്നാൻ 14 ഭവനം ഉണ്ട്. രണ്ടാമത് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ പോയി ഒരുക്കിയിട്ട് വരുമെന്ന്. എല്ലാ സഭകളും രണ്ടാമത്താണ് എടുക്കുന്നത്. ഇതുപോലെ തന്നെ മൂടുപടം ഇട്ടില്ലെങ്കിൽ മുടി കത്തിരിച്ച് കളയട്ടെ എന്നൊരിടത്ത് പറയുന്നുണ്ട്. അതേ അധ്യായത്തിൽ 1 കൊരിന്ത്യർ 11:13 5-ലും 6-ലും ആണ് കത്തിരിച്ച് കളയാൻ പറയുന്നത്. 13 പറയുന്നത് ദൈവസഭയ്ക്ക് ഈ വക മര്യാദ വേണ്ട. ദൈവസഭ ഉണ്ട്, ദൈവസഭ അല്ലാത്തതുണ്ട്. ഇതാണ് നോഹയുടെ കാലവും പിന്നെ സോതോമിൻ്റെ കാലം. സോതോം ലോകമാണ്. അതുപോലെ ആയിരിക്കണം ലോകത്തെ പള്ളിക്കാരും മുഴുവനും. ഓക്കെ, ഇവിടെ യോഹന്നാൻ 14 എന്താ പറയുന്നത്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയുമായിരുന്നു ഭവനം ഒരുക്കിയിട്ട് വരും. നമുക്ക് ഏതെങ്കിലും തോട്ടത്തിൽ ഒരു വചനം തെറ്റിയപ്പോൾ മരണം ഇന്നുവരെയും കടന്നു വന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ വചനം നിങ്ങൾ പഠിപ്പിക്കുന്നത് യേശുനാമസഭ പഠിപ്പിക്കുന്ന തെറ്റൊന്ന്. പിന്നെ എല്ലാ സഭകളിലും പുരോഹിതന്മാരെ കാണുമ്പോൾ സ്തോത്രം പാസ്റ്ററെ, സ്തോത്രം അയ്യ, സ്തോത്രം അച്ഛ എന്നൊക്കെ പറയും. ഇത് പിശാചിൻ്റെ മറ്റൊരു പഠിപ്പിക്കലാണ്. ബൈബിൾ വ്യക്തമായി പറയുന്നു, ദൈവത്തിന് സ്തോത്രവും മനുഷ്യർക്ക് വന്ദനവുമെന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങൾ പിശാച് ബൈബിൾ കോളേജ് വഴിയായി തെറ്റിച്ച് പഠിപ്പിച്ച് വെച്ചിട്ട് ഇവരെ എല്ലാം നരകത്തിലേക്ക് അയച്ചിട്ട് പറഞ്ഞു ഞങ്ങളാണ് യഥാർത്ഥ സഭയെന്ന് അവരെ പഠിപ്പിക്കുന്നു. അതും അവരൊന്നും അറിയുന്നില്ല. അതിൻ്റെ 1-2 വാക്യങ്ങൾ നോക്കാം, ശരിയാണോ എന്ന്. ഇതാ ഇവിടെ പറയുന്നുണ്ട്. മത്തായി 28:9 യേശു പറയുന്നു, യേശു തന്നെ പറയാണ്, നിങ്ങൾക്ക് വന്ദനം, മനുഷ്യരെ നോക്കി നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവൻ്റെ കാൽ പിടിച്ച് അവനെ നമസ്കരിച്ചു. നോക്ക്, യേശുവിനെ നമസ്കരിച്ചു. നമസ്കരിക്കേണ്ട ആരെ? ദൈവത്തെ. ശ്രദ്ധിക്കുക. അടുത്ത് യോഹന്നാൻ 1:13 അവിടുത്തെ മാന്യ സഹോദരി 2 യോഹന്നാൻ 1:13 അവിടുത്തെ മാന്യ സഹോദരിയുടെ മക്കൾക്ക് വന്ദനം. കണ്ടോ, മനുഷ്യർക്ക് വന്ദനം, ദൈവത്തിന് സ്തോത്രം. അടുത്ത് ലൂക്കോസ് വിശേഷം 1:28 അവിടെയും പറയുന്നത്, ദൂതൻ മറിയയുടെ അടുക്കൽ വന്നിട്ട് പറഞ്ഞത്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം.
കണ്ടോ, മനുഷ്യർക്ക് വന്ദനമാണ്. അടുത്ത് ഫിലിപ്പിയറിലും പറയുന്നുണ്ട്, യേശു ക്രിസ്തുവിൽ ഓരോ വിശുദ്ധനെയും വന്ദനം ചെയ്യുവൻ. ഈ പറയുന്ന പുരോഹിതന്മാർ, കത്തോലിക്കായാലും പെന്തക്കോസ്തലായാലും, അവർ ഈ പുരോഹിതന്മാരെ വിശുദ്ധർ എന്നാണ് കാണുന്നത്. ഇവിടെ ബൈബിൾ പറയുന്ന വിശുദ്ധന്മാരെ പോലും വന്ദനമേ പറയാവൂ. ഇവിടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു പാട്ടുണ്ട്, എന്ത് വന്ദനമേശുപര നിനക്കെന്നും അല്ലെങ്കിൽ അങ്ങേക്കെന്നും വന്ദനമേശുപര. ഞങ്ങൾ അങ്ങനെയല്ല പാടുന്നത്. വില്യം മാരിയം ബ്രൻഹാമിലൂടെ കർത്താവ് ഈ വചനങ്ങളൊക്കെ എടുത്ത് കാണിച്ചു തന്നു. ഈ അബ്രാംകുട്ടി പാസ്റ്റർ ചോദിച്ച ഓർമ്മയുണ്ടല്ലോ, എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ നരകത്തിൽ പോകുന്നു? നോക്കൂ, ദൈവത്തിന് സ്തോത്രമാണ് കൊടുക്കേണ്ടത്, മനുഷ്യർക്ക് വന്ദനം. ഇവർ നേരെ എങ്ങനെ മനുഷ്യനെ ദൈവമാക്കി കാണുന്നു, വിഗ്രഹാരാധികൾ. മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് നമ്മൾ പാടുന്നത് സ്തോത്രം യേശുപര, അങ്ങേക്കെന്നും സ്തോത്രം യേശുപര. ഇനി കേൾക്കുമ്പോൾ നിങ്ങൾ തിരുത്തി പാടുക, നല്ലത്. പക്ഷേ ഇതിനോടൊപ്പം പറഞ്ഞ അനേകം വെളിപ്പാടുകളാണ്, അത് നിങ്ങൾ കേൾക്കില്ല. എന്തുകൊണ്ട്? നിങ്ങളെ സഭ പുറത്താക്കും, ബന്ധുക്കൾ പുറത്താക്കും. ഇതാണ് യേശു പറഞ്ഞത്, എൻ്റെ നാമം നിമിത്തം നിങ്ങൾ സകലരെയും നിങ്ങളെ വിടക്കുന്നെണ്ണം. അപ്പോഴാണ് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നത്. അടുത്തത് ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നത് റോമർക്ക് ലേഖനം 7:25 പറയുന്നത്, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ഉണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് അടുത്ത് എബ്രായർ 13:5, അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബലമെന്ന സ്തോത്രയാകാം. അപ്പം ദൈവത്തിനാണ് സ്തോത്രം, മനുഷ്യർക്ക് വന്ദനം. അടുത്ത് 2 കൊരിന്ത്യർ 8:16, നിങ്ങൾക്ക് വേണ്ടി തീത്തോസിൻ്റെ ഹൃദയത്തിലും ഈ ജാഗ്രത നൽകിയ ദൈവത്തിന് സ്തോത്രം. അടുത്ത 2 കൊരിന്ത്യർ, ദൈവത്തിന് ഞങ്ങളാൽ സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്നു. കുറേ ധാരാളം താഴെട്ടുണ്ട്, ഇനി അതവിടെ നിർത്തുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. സഭകൾ എന്ത് പഠിപ്പിക്കുന്നത്? പാസ്റ്ററെ സ്തോത്രം, ഉപദേശി സ്തോത്രം. ഇനി മേലാൽ പറയരുത്. സ്തോത്രം ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ആ ദൈവമാണ് യേശുക്രിസ്തു എന്ന് പെന്തക്കോസ്ത് വിശ്വസിക്കുന്നു. എന്നാൽ ഇതാ ശീതോഷ്ണവാന്മാർ അങ്ങനെയും പറയും ഇങ്ങനെയും പറയും. എന്നാൽ യേശുക്രിസ്തു പുത്രനാണ്, ദൈവം പിതാവെന്ന്. ഓക്കെ, അപ്പോൾ അടുത്തത് ക്രിസ്തുവിൻ്റെ മണവാട്ടി പീഡാകാലത്തിൽ കടന്നു പോകുമെന്നും പറയുന്നു, പോകില്ല എന്നും പറയുന്നു. പോകില്ല, ഇതാണ് ശരി. പഴയ നിയമകാലത്ത് അതായത് യോസേഫ് പുറംജാതിക്കാരായ മണവാട്ടിയെ വിവാഹം കഴിച്ചു. ആദ്യമേ വിവാഹം കഴിച്ചു. വിവാഹം കഴിച്ചതിന് ശേഷമാണ് മിസ്രൈമിൽ ദാരിദ്ര്യം വന്നത്. ദാരിദ്ര്യം അവർ യഹൂദന്മാർ ഇനി എടുക്കേണ്ട 144,000 പേരെ പോലെയാണ്. അവർക്ക് മഹോദരകാലം ഉണ്ട്. മണവാട്ടി യോസേഫ് പുറംജാതിക്കാരിയെ വിവാഹം കഴിച്ച് അവിടുത്തെ ദാരിദ്ര്യ നിമിത്തം അവർ ഈ ഫറവോൻ്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ പുറംജാതിക്കാരിയായ മണവാട്ടി സഭയ്ക്കകത്ത്, അത് കൊട്ടാരത്തിനകത്ത് നിൽക്കുകയാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതുപോലെ എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര, ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എതിർ ക്രിസ്തുവിൻ്റെ മുദ്ര, കൈമേലും നെറ്റിമേലും മുദ്ര സ്ഥാപിക്കുന്നു. പെന്തക്കോസ്തും എല്ലാവരും ഇത് തന്നെ പറയുന്നു, ഒരു മുദ്രയെ സ്ഥാപിക്കില്ല സഹോദര. ഇതൊരു വെളിപ്പാടിനാൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഞങ്ങൾ പഠിപ്പിക്കാം പിന്നീട്. അവിടെ ഒന്നും ചേർത്തില്ല, ദൈവം കണക്കിടുന്നതാണ്. കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടാതെ ഒരെണ്ണം പാപം മോചിക്കില്ല, തീർന്നു. ഇനി നെറ്റിമേൽ ലഭിക്കുന്ന മുദ്ര, ഈ ദൈവിക വെളിപ്പാടിനെ എല്ലാം വ്യാഖ്യാനിച്ച് തെറ്റായി പിശാചിനാൽ ബുദ്ധിയാൽ പഠിക്കുന്നതിനാണ് നെറ്റിയിലുള്ള മുദ്ര 666. അപ്പോൾ പെന്തക്കോസ്തും യേശുനാമ സഭകൾ തെറ്റായി പഠിപ്പിക്കുന്നതെല്ലാം പോയില്ലേ? ഇനി ആ തെറ്റായ ഉപദേശത്തെ അധികാരത്തോടുകൂടി, വലത് കരം വെച്ചാൽ അധികാരത്തോടുകൂടെ ചെയ്യുന്നതിനാണ് മുദ്രയിട്ടതായിട്ട് ദൈവം കണക്കിടുന്നത്. ഇത് ഞാൻ വിശദീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്. ക്രൂശിൽ കിടന്ന കള്ളൻ സ്നാനപ്പെട്ടില്ല, ഞാനും ഇങ്ങനെ പറഞ്ഞിരുന്നു. യഥാർത്ഥ സ്നാനപ്പെട്ടത് ക്രൂശിൽ കിടന്ന കള്ളനാണ്. അപ്പോൾ സ്നാനം എന്നാൽ എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണ അടക്ക പുനരുദ്ധാനത്തോടുള്ള ഏകീഭാവം എന്ന നല്ല മനസാക്ഷിയാണ് സ്നാനം. അപ്പോൾ യേശു ക്രിസ്തുവിനോട് കൂടെ അവൻ പാപയേറ്റ് പറഞ്ഞു വെച്ചു. ക്രൂശിൽ കിടന്ന ഒരുത്തൻ പറഞ്ഞു, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, ഇവനോ തെറ്റൊന്നും ചെയ്തില്ല, അവൻ പശ്ചാത്തപിച്ചു, മാനസാന്തരപ്പെട്ടു. അടുത്ത് പറയണം, മറ്റവൻ ദൂഷിച്ചു. അപ്പോൾ അടുത്തത് പറയണം, കർത്താവേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഇത് കർത്താവാണ്, ദൈവമാണ്, യഹോവ എന്ന കർത്താവാണ്, ദൈവമായ കർത്താവാണ് ക്രൂസിൽ കിടക്കുന്നതെന്ന് ഒരുവന് പിടികെട്ടി. നോക്കൂ, മരണത്തിൻ്റെ വക്കിൽ നിന്നും അവൻ രക്ഷപ്പെട്ടതുപോലെ ഇന്നത്തെ ഈ സന്ദേശം കേട്ടിട്ട് നിങ്ങൾ മരണത്തിൻ്റെ വക്കിൽ, ദുരുപദേശത്തിൻ്റെ വക്കിലിരിക്കുന്ന കത്തോലിക്ക മുതൽ പെന്തക്കോസ്തിരിക്കുന്ന യേശുനാമ സഭകളുടെ സഹോദരന്മാരെ, ഒരു ചെറിയൊരു കൂട്ടം മാത്രമേ പോവുള്ളൂ. ഈ സഭകളൊന്നും പോകില്ല. നിങ്ങൾക്ക് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ വിളിക്കുക. എൻ്റെ വാട്സപ്പ് ഒന്നുകൂടെ പറയാം, അത് തന്നെ കോൾ ചെയ്യുക. അതിനകത്ത് 9801515386. ഓക്കെ, അപ്പോൾ അവൻ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചു, അത് രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. അവൻ യേശുവിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു കഴിഞ്ഞു. അടുത്തെന്താണ്? യേശുവിനോടുകൂടെ മരിക്കണം. നോക്കൂ, അത് കഴിഞ്ഞപ്പോൾ യേശു ക്രിസ്തു പ്രാണനെ വിട്ടു, യവനും മരിച്ചു, യേശുവിനെ അടക്കി, യവനെ അടക്കി,
യേശു ഉയർത്തെഴുന്നേറ്റു, ഇവനെയും കൊണ്ട് ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലിരിക്കുന്ന ആ സമയത്ത് തന്നെ അവൻ്റെ ആത്മാവ് എടുക്കപ്പെട്ടു. മനസ്സിലാവുന്നു? ക്രൂശിലെ കള്ളനാണ് സ്നാനപ്പെട്ടത്. നമ്മൾ പ്രതീകാത്മകമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുകൾ ചെയ്യുന്ന സ്നാനം ദൈവം അംഗീകരിക്കില്ല. റോമർ 6:3 കൊലോസ്യർ 2:12 വായിച്ചു നോക്കുക. യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ചുവെങ്കിൽ, പാപം ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നത് യേശു ക്രിസ്തു നാമത്തിലാണ്, അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടണം. കുഴിച്ചിടപ്പെടുന്നതാണ് വെള്ളത്തിൽ അടക്കം ചെയ്യുന്നത്. തളിക്കലൊന്നും പോരാ. അതൊക്കെ വലിയ പണ്ഡിതന്മാരാണ്, എല്ലാം പോക്കാം. യേശുവിൻ്റെ കാലത്തുള്ള പരീശന്മാരെ പോലെ എല്ലാം പോക്കാം. കത്തോലിക്കയും ലൂതർ സഭയും പിന്നെ മർത്തോമയും CSIയും സെവൻത്ത് ഡേയും അങ്ങനെ എല്ലാം യഹോവ സാക്ഷികളും എല്ലാം പോക്കാം. ഓക്കെ, അപ്പോൾ അവനോടുകൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെടണമെന്ന് ബൈബിൾ പറഞ്ഞു. അതല്ലേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലല്ലേ സ്നാനപ്പെടുത്തേണ്ടത്. അടുത്തത് പാദശുശ്രൂഷ ഇന്ന് ചെയ്യുന്നവരുണ്ട്. തിരുവത്താഴത്തിന് മുമ്പാണ് ചെയ്യുന്നത്. പാദം ശുദ്ധിയാക്കിയിട്ട് വേണം സഭയിൽ വരാൻ. ഇത് പിശാചിൻ്റെ വേറൊരു ഉപദേശം. ജ്ഞാനം കേൾക്കുമ്പോൾ ശരിയാണല്ലോ. ലൂക്കോസ് സുവിശേഷം 22-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യം നോക്കുക. അവിടെ അപ്പം വാഴ്ത്തി കൊടുക്കുകയാണ് യേശു. ഇത് ദൈവം പണ്ട് ഭാഗമായും വിവിധമായും, അതായത് ഇവിടെ അല്പം അവിടെ അല്പം അങ്ങനെയൊക്കെയാണ് വചനം സംസാരിക്കുന്നത്. ഒരു സ്ഥലത്ത് തന്നെ കേന്ദ്രീകരിച്ച് പറയാറില്ല, പല ഭാഗത്തായിട്ട്. എന്നിട്ട് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് എല്ലാം കൂടെ ഉപദേശിച്ചു കൊടുക്കും. അപ്പോൾ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലിക്ക സഭകളിൽ ഇന്ന് ചെയ്യുന്ന എന്താണ്? അനേകം പേരും പാദശുശ്രൂഷ ചെയ്യുന്നത് തിരുവത്താഴത്തിന് മുമ്പാണ്. ശുദ്ധ ഭോഷ്കാണ്. ലൂക്കോസ് സുവിശേഷം 22-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ യേശു അപ്പം വാഴ്ത്തി കൊടുക്കുന്നു. 20-ൽ വീഞ്ഞ് വാഴ്ത്തി കൊടുക്കുന്നു. അപ്പോൾ അപ്പം വാഴ്ത്തി കൊടുത്തു. ആഹാരം കഴിക്കാൻ, സാധാരണ അത്താഴം കഴിക്കാനായിട്ട് ടേബിളിൽ ഇരിക്കുമ്പോഴാണ് അവിടെ ഇത് വാഴ്ത്തി കൊടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് കഴിച്ചിട്ട് അവർ അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ ടേബിളിൽ തന്നെ ഇരിക്കുമ്പോഴാണ് അവിടെ 28 വരെ വായിക്കുക. 19 മുതൽ 28 വരെ വായിക്കുമ്പോൾ 24 മുമ്പ് ഒരാളിന് ചോദ്യം, സ്വർഗത്തിൽ ആരാണ് വലിയവൻ ചെറിയവൻ? ഈ അപ്പം വാഴ്ത്തി കൊടുത്ത് വീഞ്ഞ് വാഴ്ത്തി കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരാളുടെ സംശയമാണ്. ഇതിന് കർത്താവും ഗുരുവും ഞാൻ നിങ്ങളെ ശുശ്രൂഷിക്കണമെന്ന് കർത്താവോട് പറയുന്നുണ്ട്. ഇതിൻ്റെ ബാക്കി വ്യക്തമായി പറയുന്നത് യോഹന്നാൻ 13-ൽ. പിശാച് സാത്താൻ തുടങ്ങിയ ബൈബിൾ കോളേജിലൂടെ പെന്തക്കോസ്തിനും എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ്. കണ്ടോ? അപ്പോൾ ഏത് അത്താഴം കഴിക്കാൻ ഇരുന്നിടത്താണ് അപ്പവും വീഞ്ഞും വാഴ്ത്തി കൊടുത്തത്. യോഹന്നാൻ 13-ൽ അപ്പവും വീഞ്ഞൊന്നും വാഴ്ത്തുന്നില്ല. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് എന്താണ് ഈ ചോദ്യം? സ്വർഗത്തിൽ ആരാണ് വലിയവൻ ചെറിയവൻ? ലൂക്കോസ് 22:24 ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടി പറയാനായിട്ട് യേശു എഴുന്നേൽക്കുകയാണ്. ശുശ്രൂഷ ചെയ്യിപ്പാനകത്ത് വന്നത്, ശുശ്രൂഷ ചെയ്യാണ്. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ശിഷ്യന്മാരുടെ കാൽ കഴുകിയിട്ട് തിരികെ വന്ന് വീണ്ടും ഇരുന്നു. മേശപ്പുറത്ത് വന്നിരുന്നിട്ട് പറയാണ്, കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങൾക്ക് ചെയ്തെങ്കിൽ നിങ്ങൾ തമ്മിൽ ചെയ്യേണ്ടതാണ്. ഇത് അറിഞ്ഞാൽ ചെയ്തുകൊണ്ടാൽ ഭാഗ്യവാൻ. ഇത് അറിയാതെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, തെറ്റാണ് ചെയ്യുന്നത്. അപ്പം വില്യംമാരും ബ്രൺഹാമിലൂടെയും കർത്താവ് ഇതെല്ലാം തിരുത്തി തന്നത് നമുക്ക്. അതുകൊണ്ടാണ് ഈ പെന്തക്കോസ്ത് സഭയെ വിട്ടിട്ട് ഇതിലേക്ക് വന്നത്. ഓക്കെ, അടുത്ത് ഇത് പറഞ്ഞതിന് ശേഷം അവിടെ കർത്താവ് തിരികെ വന്നിരുന്നിട്ട് വീണ്ടും അപ്പം മുക്കി കൊടുക്കുകയാണ്. അവർക്ക് അത്താഴം രാത്രിയുള്ള ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇവരൊന്ന് പിടിക്കുന്നതിന് അല്പം മുമ്പായിട്ട്. അപ്പോൾ അവിടെ ചോദിക്കാൻ അടുത്തൊരു ചോദ്യം, കർത്താവെ അങ്ങേ ആരാണ് ഒറ്റി കൊടുക്കുന്നത്, കാണിച്ചു കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ യേശു പറയാണ്, ഞാൻ അപ്പക്കണ്ണം മുക്കി കൊടുക്കുന്നവൻ തന്നെ. അപ്പോൾ അപ്പക്കണ്ണം അപ്പോഴും മുക്കി കൊടുത്തു. ആർക്ക്? യൂദായ്ക്ക്. പിശാച് ഉടൻ ജ്ഞാനം വർദ്ധിപ്പിച്ചു കൊടുത്തു. കണ്ടോ? തിരുവത്താഴ് പാദ ശുശ്രൂഷ കഴിഞ്ഞിട്ട് യേശു വന്നിരുന്ന് അപ്പം മുക്കി കൊടുത്തിരിക്കുന്നു. അവിടെ അപ്പവും വാഴ്ത്തിയില്ല, വീഞ്ഞും വാഴ്ത്തിയില്ലല്ല. അപ്പവും വീഞ്ഞും വാഴ്ത്തി കൊടുത്തത് ലൂക്കോസിൽ, അതിൻ്റെ ബാക്കി യോഹന്നാനിൽ പറഞ്ഞു. ഇത് വില്യംമാരും ബ്രൺഹാമിലൂടെ പരിശുദ്ധാത്മാവ് യഥാർത്ഥ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ കറക്റ്റായി. ഞങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ, ഞങ്ങൾ നോക്കി നിങ്ങൾ ഭോഷ്കെന്ന് പറയുന്നു. അതുപോലെ മത്തായി 13:30 ഗോതമ്പിനെ കളപ്പുര ശേഖരിക്കേണ്ടത്. കത്തോലിക്ക മുതൽ പെന്തക്കോസ്തിരിക്കുന്ന യേശുനാമ സഭകൾ ഏതായിരുന്നാലും യഹോവ സാക്ഷികളെ ഏത് സഭയിലും ദൈവത്തിൻ്റെ വിത്ത് അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക്. യേശുനാമ സഭ വിശ്വാസത്തിലല്ല, അത് കണ്ടല്ലോ. ഇനി ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, 3-4 പേപ്പറുകളിലുണ്ട്. ഇതെല്ലാം തെറ്റാണ് ഇവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ പറയുന്നു. മത്തായി 13:30 പ്രകാരം കളപ്പുരയിൽ ശേഖരിക്കപ്പെടണം. 7-ാമത്തെ ലവോദിക്ക സഭാകാലത്ത് ഒരു സഭയുണ്ട്, അതാണ് ദൈവസഭ. ബാക്കിയെല്ലാം അതാണ് പറഞ്ഞത് ദൈവസഭയ്ക്ക്. അത് ഞാൻ പറയാം. മൂടുപടം 1 കൊരിന്ത്യർ 11-ാമത്തെ അധ്യായത്തിൽ 5-6 പറയുന്നുണ്ട്, അത് മൂടുപടം ഇട്ടില്ലെങ്കിൽ മുടി കത്തിച്ച് കളയണം. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മൂടുപടം ഇടാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്നത് ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് യോഗ്യമോ? അവിടെ പറയുന്നത് സ്ത്രീ മുടി നീട്ടി വളർത്തിയാൽ അവൾക്ക് മൂടുപടത്തിന് പകരമെന്ന് പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? സ്ത്രീ മുടി നീട്ടി വളർത്തണം. ഓക്കെ, നീട്ടി വളർത്തുന്നുവെങ്കിൽ മൂടുപടം വേണ്ട. ഓക്കെ, ഇനി മൂടുപടം അവരിട്ടാലോ? വേണമെങ്കിൽ കത്തിരിച്ച് കളയണം. കത്തിരിച്ച് കളഞ്ഞാൽ മുടി ഇടാം, വഴിച്ച് കളഞ്ഞാൽ മുടി ഇടണം. എന്തുകൊണ്ടാണ്?
സ്ത്രീക്ക് തലമുടി മഹത്വത്തിന് നൽകിയിരിക്കുകയാണ്. അതാണ് യേശുക്രിസ്തു വന്നപ്പോൾ ഒരു സ്ത്രീ പിഴിഞ്ഞ് ഒത്തിരി സുഗന്ധദ്രവ്യങ്ങൾ ഒഴിച്ചിട്ട് തലമുടി ദൈവം അവൾക്ക് നൽകിയ മഹത്വം, അവൾക്ക് ദൈവത്തെ ശുശ്രൂഷിക്കാൻ അവൾക്ക് ദൈവം നൽകിയതിൽ ഏറ്റവും നല്ലതാണ് ആ മഹത്വം, തലമുടി. അത് മുറിച്ച് കളയാനുള്ളതല്ല. ഇന്നത്തെ പെണ്ണുങ്ങളുണ്ടല്ല, ക്രിസ്ത്യാനികളും മുടി മുറിച്ച് ആണുങ്ങളെ പോലെ നടക്കുന്നു. ഇങ്ങനെ സംഭവിക്കുന്നു. വില്യം മാരിയം ബ്രൺഹാമിലൂടെ പ്രവാചകൻ പ്രസംഗിച്ചിരുന്നു. 1933 സംഭവിച്ചിരുന്നു. ഈ ജോർജ് ബ്രദറും അബ്രാംകുട്ടി പാസ്റ്ററും പറഞ്ഞത് ഇദ്ദേഹം ദുരുപദേശകനാണ്, മുഴുവനും തെറ്റാണ് പ്രവചിച്ചതെന്ന്. സമയമില്ല, നോക്കട്ടെ, എങ്കിലും അത് എടുക്കാൻ പറ്റുമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ മൂടുപടം വേണ്ട. അപ്പോൾ സ്ത്രീ മുടി നീട്ടി വളർത്തിയാലോ മൂടുപടത്തിന് പകരം എന്ന് പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? അടുത്ത്, ഒരുവൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ, തർക്കിക്കുന്നവരേ ഉള്ളൂ, നിങ്ങൾ അനേകം പേര്, എല്ലാവരും അല്ല. തർക്കിപ്പം ഭാവിച്ചാൽ ഈ വക മര്യാദ ഞങ്ങൾക്കുമില്ല. ഞങ്ങളാര്? അപ്പോസ്തലൻ, ദൈവത്താൽ ഉപയോഗിക്കട്ടെ അപ്പോസ്തലൻ, ഞങ്ങൾക്കുമില്ല. അതായത് പുരുഷന്മാർ പാടില്ല. കത്തോലിക്ക മുതലുള്ള ഒരുപാട് സഭകൾ നോക്കും, ഒരു ചെറുതായിട്ടെങ്കിലും ഒന്ന് വെച്ചിരിക്കും. എന്തിനാണ് ഈ വചനം? പിശാച് എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് തെറ്റിപ്പിക്കണം. ഈ വക മര്യാദ ഞങ്ങൾക്ക്. മുടി നീട്ടി വളർത്തിയിരിക്കുകയാണ്. ഇന്ന് പുരുഷൻ മുടി നീട്ടി വളർത്താൻ പാടില്ല. അപ്പോൾ പറയും യേശു നീട്ടി വളർത്തിയതോ? യേശു നീട്ടി വളർത്തിയ പഴയ നിയമകാലത്താണ്. യേശു ജീവിച്ചിരുന്നത് ക്രൂശ് മരണം വരെയും പഴയ നിയമകാലമാണ്. ഉയർത്തെഴുന്നതിന് ശേഷമാണ് പുതിയ നിയമം തുടങ്ങുന്നത്. അത് നാസിർ വ്രതത്തിൻ്റെ കാലമാണ്. ഓക്കെ, അപ്പം മുടി നീട്ടി വളർത്തിയാലോ അത് മൂടുപടത്തിന് പകരമെന്ന് പ്രകൃതി തന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നില്ലയോ? അടുത്ത, ഒരുവൻ തർക്കിപ്പാൻ ഭാവിച്ചാൽ ഈ വക മര്യാദ ഞങ്ങൾക്കുമില്ല, ദൈവസഭകൾക്കുമില്ല. തീർന്നു. ഞങ്ങൾ ദൈവത്തിൻ്റെ വെളിപ്പാടിനോട് ചേർന്ന് നിൽക്കുന്ന ചെറിയൊരു കൂട്ടർ. വലിയ യോഗ്യതയൊന്നും ഉണ്ടാവില്ല, വലിയ പണ്ഡിതനൊന്നും അല്ല. ഓക്കെ, അപ്പോൾ ആ കാര്യം പിന്നെ വെളിപ്പാട്ടിൽ പറഞ്ഞ സഭാ പുരോഹിതന്മാരുടെ ക്രിസ്തുവിൻ്റെ അവൻ എൻ്റെ കുതികാൽ തകർക്കും. ഈ സഭകൾ പുരോഹിതന്മാരെല്ലാം കൂടെ ചേർന്ന് കർത്താവിൻ്റെ കുതികാൽ തകർത്തു. കുതികാൽ എന്ന് വെച്ചാൽ ശരീരം, ശരീരം എന്ന് വെച്ചാൽ സഭ, ദൈവത്തിൻ്റെ സഭയെ അവരെല്ലാം തകർത്ത് വച്ചിരിക്കുകയാണ്. അതിനിടയിൽ നിന്നാണ് കർത്താവ് കുറച്ച് പേരെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കളപ്പുരയിലേക്ക് ശേഖരിക്കുന്നത്. ഓക്കെ, ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി 3 ടൈപ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, പ്രവാചകൻ സംസാരിച്ചത് 77 കൂടി എല്ലാം തീരും എന്ന് പറഞ്ഞു വന്നു. അതെ, തീരുമെന്ന് പറഞ്ഞു. ഇനി എന്തിനാണെന്നും അത് പറഞ്ഞ സമയത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നും കൂടെ നോക്കാം. ഇദ്ദേഹത്തിലൂടെ ദൈവം സംസാരിച്ച അനേകം കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇവരതൊന്നും കാണാതെയാണ് എല്ലാം കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു മിനിറ്റ്, ആ പേജ് എടുക്കട്ടെ. അറുന്നൂറ്റി 50 പേജ്. ഇതിൽ 7 പ്രവചനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് എടുത്തത്. എനിക്കുണ്ടായ 7 ദർശനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുന്നുണ്ട്. കാര്യം ഞാൻ പുസ്തകം തന്നെ എടുക്കുന്നത് ഇവർ ദുരുപദേശകരെന്ന് പറയുന്ന ഈ ജനം അതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇദ്ദേഹത്തിലൂടെ കർത്താവ് സംസാരിച്ച കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത്തത്
ലവോദിക്ക സഭയുടെ കാലം ആരംഭിച്ചത് 20-ാം നൂറ്റാണ്ടിൽ തുടക്കം AD 1906 ഓക്കെ. ദൈവത്തിൻ്റെ വേലക്കാരൻ എന്ന നിലയിൽ അനേകം ദർശനങ്ങൾ ദൈവം എനിക്ക് നൽകി, ഒന്നുപോലും തെറ്റിപ്പോയിട്ടില്ല എന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മുൻകൂട്ടി പറയട്ടെ. അത് അവിടെ കണ്ടല്ലോ, പ്രവചിക്കുകയല്ല, ഇവിടെ പ്രവചിക്കുകയല്ല, അതായത് ഞാൻ മുൻകൂട്ടി പറയുകയാണ്, പ്രോഫസി അല്ല, പ്രഡിക്റ്റാണ്. ഇത് രണ്ട് വ്യത്യാസമുണ്ട്. ആദ്യമേ തന്നെ തെറ്റിപ്പോകാനായിട്ട്, അതായത് ഇത് മുഴുവൻ കൾട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു പോകുന്ന ജനത്തിന് വേണ്ടി ഫസ്റ്റ് സംസാരിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഓക്കെ, ഇവിടെ ഞാൻ മുൻകൂട്ടി പറയട്ടെ, അത് 1977 കൂടി ഇതെല്ലാം അവസാനിക്കുന്നതാണ്. ഇത് പറഞ്ഞു കൊടുക്കുന്നത് 33-ലാണ്. 1933 ജൂൺ മാസത്തിലെ ഒരു ഞായറാഴ്ച ദിവസം പ്രഭാതവേളയിൽ ദൈവം എനിക്ക് തുടർച്ചയായി നൽകിയ 7 വലിയ ദർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത്. ആ ദർശനത്തിൽ യേശുക്രിസ്തു എന്നോട് സംസാരിച്ചു. അവൻ്റെ വരവ് അടുത്ത് വരികയും എന്നാൽ അവൻ്റെ വരവിന് മുമ്പായി 7 കാര്യങ്ങൾ സംഭവിച്ചു തീരേണ്ടതാണ് എന്നാണ്. അതിൽ ഒന്നാമത്തെ ദർശനം എഴുതാം. ഇത് അപ്പുറം ഇപ്പുറം മാറി മാറി പോകും, അതുകൊണ്ടാണ് ബുക്കിൻ്റെ പേജ്. ഒന്നാമത്തത് മുസോളിനി ഒരു വൻ ശക്തിയായി മുസോളിനി ആധുനിക പടക്കോപ്പുകളുമായി എത്യോപ്യയിലേക്ക് ചെന്ന് ആ രാജ്യത്തെ പിടിച്ചെടുക്കുമെന്ന് 1933 പറഞ്ഞിരുന്നു. അതുപോലെ മുസോളിനിയുടെ അന്ത്യം അതിഭയങ്കരമായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതും സംഭവിച്ചു. ഞാൻ അതിൽ എടുത്താൽ ടൈമാവും. ഞാൻ ഇതിലിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇതിലെടുക്കാം. പുസ്തകത്തിൻ്റെ അടുത്തുണ്ട്, അത് ഞാൻ വായിക്കുകയാണ്. അടുത്ത് ഒന്നാമത്തെ മുസോളിനിയുടെ കാലം. രണ്ടാമത്തെ ദർശനമുണ്ടായത് ആസ്ട്രിയക്കാരനായ അഡോൾഫ് ഹിറ്റ്ലർ എന്നൊരു ഏകാധിപതി ജർമ്മനിയിൽ എഴുന്നേൽക്കും. നിങ്ങൾക്ക് അതുകൂടെ കാണിച്ചു തരാം. ഇല്ലെങ്കിൽ ഇതൊക്കെ പണ്ടായത് അത് സംസാരിച്ചാണ് പ്രിൻ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതാ കണ്ടല്ലോ, അഡോൾഫ് ഹിറ്റ്ലർ ജർമ്മനിയിൽ. ഇവിടെ ആസ്ട്രിയക്കാരനായ അഡോൾഫ് ഹിറ്റ്ലർ എന്നൊരു ഏകാധിപതി. ഇദ്ദേഹം മരിച്ചിട്ട് തന്നെ 50 വർഷമായി. അന്ന് സംസാരിച്ചതെല്ലാം ഓഡിയോ ഉണ്ട് അദ്ദേഹം സംസാരിച്ചത്. അഡോൾഫ് ഹിറ്റ്ലർ ഏകാധിപതി ജർമ്മനിയിൽ ഉദയം ചെയ്യുമെന്നും അവൻ ലോകത്തെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചഴിക്കുമെന്നും ഹിറ്റ്ലർ അനേകം രാജ്യങ്ങൾ പിടിച്ചടക്കി ഒരു ഉപരോധ വലയം തീർക്കുമെന്നും അവസാനം അവരുടെ മരണം ഒരു ദുരൂഹ രീതിയിലായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതും സംഭവിച്ചു. അടുത്ത മൂന്നാമത്തത് സംഭവവികാസങ്ങൾ നാസിസം, ഫാസിസം, കമ്മ്യൂണിസം. 3 ഇസങ്ങൾ ശക്തിപ്പെട്ടിട്ട് അവസാനം കർത്താവിൻ്റെ വരവിന് മുമ്പായിട്ട് ഈ നാസിസവും ഫാസിസവും കമ്മ്യൂണിസത്തിൽ പോയി ചേരും. ഇത് 2014 ഫെബ്രുവരി മാസമാണെന്ന് തോന്നുന്നു, 28-ാം തീയതി റഷ്യയിൽ പഴയ നാസിസവും ഫാസിസവും കമ്മ്യൂണിസത്തിൽ വന്ന് ചേർന്ന് കഴിഞ്ഞു. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് കിടപ്പുണ്ട്. ഓക്കെ, അടുത്ത 4-മത്തെ ദർശനം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകത്തിലുണ്ടാകാൻ പോകുന്ന മഹത്തായ ശാസ്ത്രീയമായ പുരോഗതി കാണിക്കുന്നത് കുമിളയുടെ ആകൃതിയിൽ ഒരു കാർ രൂപപ്പെടും. അവന് എഞ്ചിൻ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, മനോഹരമായിരിക്കും. അത് സ്റ്റിയറിംഗ് വേണ്ട, ഇന്ധനം വേണ്ട, ബ്രേക്ക് വേണ്ട, ഈ തരത്തിൽ ഒരു കാറ് കണ്ടുപിടിക്കും എന്ന് പ്രവചിച്ചിരുന്നു. ആ കാര്യം ഇവിടെ 2014 ഗൂഗിൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചു. ഒരു കാറ് കണ്ടുപിടിച്ചു. അതിനു മുമ്പ് ഇതിപ്പോൾ നടക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളാണ്. അതിനകത്ത് ഡ്രൈവറൊന്നും വേണമെന്നില്ലല്ലോ, എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക് എന്ന് വെച്ചാൽ ഇലക്ട്രോണിക്സ് കാറ്, അത് തമ്മിൽ തട്ടില്ല. അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. 5-മത്തെ ദർശനം നമ്മുടെ കാലത്തിലെ സ്ത്രീകളെ കേന്ദ്രീകരിച്ചായിട്ടാണ്. നോക്കൂ, ഇന്ന് നമ്മൾ കാണുന്ന ഈ സ്ത്രീകൾ ഈ മുടി മുറിച്ച് നടക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇത് മുൻപ് കണ്ടിരുന്നു. 3-മത്തെ ദർശനം ലോകരാഷ്ട്രം, നാസിസം, ഫാസിസം, കമ്മ്യൂണിസം. കണ്ടല്ലോ, ഞാൻ സൂം ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? നാസിസം, ഫാസിസം, കമ്മ്യൂണിസം. ഓക്കെ, അത് ഇവിടെ സംഭവിച്ചു 2013-ലാണ്. 14 കൂടി വന്ന് ചേർന്നു. അടുത്തത് ഇന്നത്തെ ആ കാര്യം കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഇതാ കാണാമോ?
അഞ്ചാമത്തെ ദർശനം സ്റ്റാർട്ടിങ് അതാണ്. അഞ്ചാമത്തെ ദർശനം നമ്മുടെ കാലത്തിലെ സ്ത്രീകളെ കേന്ദ്രീകരിച്ച് സന്മാർഗ പ്രശ്നങ്ങളെ സംബന്ധിച്ചായിരിക്കും. സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിക്കും. 33 സംസാരിക്കുകയാണ്. അന്ന് വോട്ടവകാശം ലഭിച്ചിരുന്നില്ല. വോട്ടവകാശം ലഭിക്കുന്നത് മൂലം അവർ തങ്ങളുടെ വീടുകളിലുള്ള സ്ഥാനം വിട്ട് വെളിയിൽ വരുമെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. സ്ത്രീകൾ തങ്ങളുടെ മുടി മുറിച്ച് നീളം കുറയ്ക്കുമെന്നും കണ്ടല്ലോ. ക്രിസ്ത്യാനികൾ പോലും ബോബ് ചെയ്ത് നടക്കുന്നതാണ് ക്രിസ്ത്യാനിയുടെ ശൈലി. ഇത് ദൈവവചന വിരുദ്ധമാണ്. അങ്ങനെ തങ്ങൾ പുരുഷന്മാരുടെ അധികാരത്തിന് കീഴിലല്ല എന്ന് തെളിയിക്കുമെന്നും പുരുഷനും സ്ത്രീക്കും തുല്യ അവകാശങ്ങളോ അതിൽ കൂടുതലോ വേണമെന്ന് സ്ത്രീകൾ വാദിക്കുകയും ചെയ്യും. കണ്ടല്ലോ, ഇന്ന് അതല്ലേ വാദം നടക്കുന്നത്. ദർശനത്തിൽ മാത്രമല്ല, അവൾ പുരുഷന്റെ വസ്ത്രം ധരിക്കുമെന്നും, ഇത് ആവർത്തന പുസ്തകം 22:5 പുരുഷന്റെ വസ്ത്രം സ്ത്രീയോ സ്ത്രീയുടെ വസ്ത്രം പുരുഷനോ ധരിക്കുന്നത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്നൊരു വാക്യമുണ്ട്. ഇന്ന് ക്രിസ്ത്യാനികൾ ധരിക്കുന്നുണ്ട്. പാടില്ല. പാൻറ്റൊക്കെ ഇട്ട് ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടാണ് ക്രിസ്ത്യാനികൾക്ക്. മറ്റുള്ളവർക്ക് എന്തും ആകാം. ഇത് വിശ്വസിക്കുന്നവരുടെ കാര്യമാണ്. ഇത് അറിയാത്തവരെല്ലാം പാപത്തിൽ തന്നെയല്ലോ. ഇത് പ്രകാരം വിശ്വസിക്കുന്നവരാണ് ഇതിൻ്റെ പ്രൊട്ടക്ഷനിൽ വരുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ. പുരുഷന്റെ വസ്ത്രം ധരിക്കുമെന്ന് വസ്ത്രങ്ങൾ കുറച്ച് കൊണ്ടുവരികയും മിക്കവാറും നഗ്നരാണെന്ന് തോന്നിപ്പിക്കത്തക്ക തരത്തിൽ മാത്രം വസ്ത്രം ധരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. ഇന്ന് അങ്ങനെയാണല്ലോ. അത്തിയില പോലത്തെ ഡ്രസ്സല്ലേ അത് ഞാൻ ദർശനത്തിൽ കണ്ടു. ഒരു സ്ത്രീ ഒരു ചെറിയ അത്തിയിലയുടെ ആകൃതിയിലുള്ള വസ്ത്രം മാത്രം ധരിച്ചുകൊണ്ട് നഗ്നയായി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. ഈ ദർശനത്തിൽ ലോകത്തിന് സംഭവിക്കുന്ന ഭയങ്കര സന്മാർഗിക വൈകൃതം ഞാൻ കണ്ടു. 1933 ഇവർ പറയുന്നത് എന്താ? അയാളെല്ലാം കള്ളപ്രവാചകനാണ്, ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ്. ഇതെല്ലാം സംഭവിച്ചാണ്. അടുത്ത 6ാമത്തത് ഇതാണ് അവർ പറയുന്നത്. ദർശനത്തിൽ സുന്ദരിയും അതേസമയം ക്രൂര. ഈ ക്രൂര എന്ന് വെച്ചാൽ ഭരണപരമായിട്ട് മൃഗീയമായിട്ടുള്ള ഭരണം. അതേസമയം ഒരു സ്ത്രീ അമേരിക്കയിൽ എഴുന്നേൽക്കുന്നത് ജനങ്ങൾ അവളുടെ പൂർണ്ണ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരും. അതായത് അത് ഒരുപക്ഷെ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ ജനങ്ങൾ വോട്ടിനിട്ടുകൊണ്ട് അവരെ കൊണ്ടുവരുന്നതായിരിക്കാം ഭരണത്തിൽ. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം. ഒന്നാമത്തേത് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ വോട്ടിനിട്ട് കൊണ്ടുവരും. 7ാമത്തേതും അവസാനത്തേതുമായ ദർശനത്തിൽ അതിഭയങ്കരമായൊരു സ്ഫോടന ശബ്ദം. ഇതിൽ 5ഉം സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ അമേരിക്കയിൽ ഒരു പർപ്പിൾ നിറത്തിലുള്ള ഡ്രസ്സ് ധരിച്ചുകൊണ്ട് ഒരു പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ് ഭരണത്തിൽ വരുമെന്ന് ഒരു ക്ലിപ്പിംഗ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ കമലാ ഹാരിസ് ആയിരുന്നു. അവർ പർപ്പിൾ ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടാണ് അവർ വന്നത്. പ്രസിഡന്റ് ഓർ വൈസ് പ്രസിഡന്റ് എന്നുണ്ടായിരുന്നു. അത് വേറെ ചില പുസ്തകങ്ങൾ ഈ ദർശനത്തെ വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ ബാക്കിയുള്ള സംഭവിച്ചു. ഇവിടെ 7ാമത്തെ എന്താ? അമേരിക്കയിൽ ഒരു സ്ഫോടന ശബ്ദം കേൾക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ അവ അമേരിക്ക മുഴുവനും നശിച്ച് നഷ്ടാവശിഷ്ടങ്ങൾ ഒരു കൂമ്പാരമായി കിടക്കുന്നത് കണ്ടു. സ്ഫോടനം മൂലമുണ്ടായ കുഴിയും പുകയും അല്ലാതെ അവിടെ ഒന്നും കണ്ടില്ല. ഇതാണ് 7. ഇതിൽ വിശ്വാസിക്കും അവിശ്വാസിക്കും വേണ്ടി സംസാരിക്കണമല്ലോ അല്ലേ? ഇനി അതുകൂടെ എടുത്തിട്ട് അവസാനിപ്പിക്കാം. ഇവിടെ പറയുന്നുണ്ടോ, ഈ 7 ദർശനങ്ങളും കഴിഞ്ഞ 50 വർഷങ്ങളിൽ ലോകത്തുണ്ടായ ദുരഗതിയിലുള്ള മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മുൻകൂട്ടി പറയട്ടെ, അടുത്ത ബ്രാക്കറ്റിൽ, ഞാനിത് പ്രവചനമായി പറയുകയല്ല. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, അത് അദ്ദേഹം പറഞ്ഞതാണ്. ഈ ദർശനങ്ങളെല്ലാം 77 സംഭവിച്ചു തീരണം. ഇതിൽ 18 വർഷം ഇതിലുണ്ടായതിന് പുറത്തേക്ക് പോയ ബ്രദറും ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് പുറത്തേക്ക് പോയത്. നമുക്ക് ഇത് അവിശ്വാസിക്ക് വേണ്ടി പറഞ്ഞതാണ്. 3 ടൈപ്പ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് യഹോവ സംസാരിച്ചു, യേശു സംസാരിച്ചു, അപ്പോസ്തലന്മാർ സംസാരിച്ചു. പ്രവാചകരുടെ ധാരാളം. ഇന്ന് ഈ എൻ്റെ മെസ്സേജിലെ 90% ജനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി എടുക്കുന്നവരുണ്ട്. കൃപയാൽ ഞാനത് തിരുത്തി സഭയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് പഴയ സഭയിൽ തന്നെ പോകുന്നു. അതായത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പുരോഹിതൻ നേടാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നിങ്ങളുടെ സഭയിൽ പോകൂ. എന്താ ഞാൻ കേട്ടല്ല പോകാത്തെന്താ? വെളിപ്പാട് 18:4 പറയുന്നത് അവൾക്ക് പാപം വർദ്ധിച്ചിരിക്കണം, ആകാശത്തോളം കുന്നിരിക്കണം, അവൾക്ക് ശിക്ഷ കൊടുക്കാൻ പോവുകയാണ്. അവളെ ഈ വചനവിരുദ്ധമായി സ്നാനവും ഉപദേശവും പഠിപ്പിക്കുന്നവളെ വിട്ട് പോരുവിൻ. മത്തായി 13:30 ഗോതമ്പ് കളപ്പുരയിലേക്ക് ശേഖരിക്കും. ഇത് ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 3 തരത്തിൽ സംസാരിച്ചിരിക്കുന്നു. അങ്ങനെ സംസാരിക്കണം. വില്യം മരിയം ബ്രൺഹാമിലൂടെയും ദൈവം അങ്ങനെ സംസാരിച്ചു. അവർ തെറ്റാനുള്ളവർ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എടുത്തിട്ടാണ് മറ്റതും തെറ്റെന്ന് പറയുന്നത്. ഇനി അതിൻ്റെ 1-2 ഉദാഹരണത്തിൽ നിർത്തുകയാണ്. ബൈബിളിൽ നിന്നാണ് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ. ഒന്നാമത്തെ കാര്യം ഇത് തന്നെ എടുക്കാം. മത്തായി 28:19 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം. ഒരു 99% ജനങ്ങൾ ഇതാണ് ഭൂമിയിലെ ക്രിസ്ത്യാനികൾ എടുത്തത്. ഇതല്ല എടുക്കാനുള്ളത്. അത് അന്ന് യേശു പറഞ്ഞതാണ്.
യെശയ്യാ പ്രവാചകൻ 18:18-19 വായിച്ചു നോക്കുക. യേശു വരുമ്പോൾ അവൻ പറയുന്ന സകലതും കേട്ടോളണമെന്ന് യഹോവ പറഞ്ഞിരിക്കെ യേശു പറഞ്ഞത് വേണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവർ ഞങ്ങൾക്ക് മോശ മതി എന്ന് പറഞ്ഞിട്ട് പോയി. മോശ പറഞ്ഞപ്പോൾ കേൾക്കാത്തവരുടെ ചെറുമക്കളാണ്. അതുപോലെ തന്നെ ഇന്നും ഞങ്ങൾക്ക് പരിശുദ്ധാത്മ വരുമ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞതിനെ കേൾക്കണമെന്ന് അവനെ തള്ളുന്നവൻ എന്നെ അയച്ചവനെയും തള്ളുന്നു എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവർ ഈ ലോകത്തും വരുവാനുള്ള ലോകത്തിലും ക്ഷമ കിട്ടില്ല, അത് മരണകരമായ പാപം എന്ന് പറഞ്ഞിട്ടും ഇവർ പഠിപ്പിച്ചിട്ടും ഞങ്ങൾക്ക് അപ്പോസ്തലൻ പറഞ്ഞതൊന്നും വേണ്ട, ഞങ്ങൾക്ക് യേശു പറഞ്ഞത് മതി. യേശു വന്നപ്പോൾ എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് നിന്നെ വേണ്ട, ഞങ്ങൾക്ക് യഹോവ പറഞ്ഞത് മതി, മോശ പറഞ്ഞത് മതി, മരിച്ചുപോയി. അതിന് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ കേൾക്കണം. പരിശുദ്ധാത്മാവിന് അപ്പോസ്തലന്മാരെ ഒരു യോഗ്യത ഇല്ലാത്തവരാണ് കർത്താവ് എടുത്തത്. ഞാനും അങ്ങനെ തന്നെ ഒരു യോഗ്യത ഇല്ലാത്ത വ്യക്തിയാണ്. നിങ്ങൾ യോഗ്യത നോക്കും, കുലം, ഗോത്രം, മഹിമ, വിദ്യാഭ്യാസം ഇതൊക്കെ നോക്കിയെടുക്കുമ്പോഴത്തേക്ക് മരണം ഉറപ്പായി. യേശു എളിയ മനുഷ്യരെ ഉപയോഗിക്കുന്നത്. മത്തായി 28:19 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിനുള്ള സ്നാനം എന്ന് പറഞ്ഞ് ചെയ്യരുത്, അത് മരണത്തിന്. അപ്പോൾ ജീവനിലേക്ക് എന്ത്? അപ്പോസ്തലപ്രവൃത്തി 2:38 കർത്താവായ യേശു ക്രിസ്തു നാമ സ്നാനമേൽപ്പിൻ എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇങ്ങനെ സ്നാനപ്പെടേണ്ടത് 39 വായിച്ചു നോക്കുക. നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കുമുള്ളതല്ലോ. ജാതികൾപ്പെട്ട നമ്മളാണ് ദൂരസ്ഥർ. അടുത്ത് മൂടുപടത്തിൻ്റെ വായിച്ചല്ല 1 കൊരിന്ത്യർ 11 അധ്യായം അതിൽ 5-ലും 6-ലും മൂടുപടം ഇട്ടില്ലെങ്കിൽ മുടി കത്തിരിച്ച് കളയട്ടെ. എന്നാൽ 13 മുതൽ 16 വരെ പറയുന്നു മുടി നീട്ടി വളർത്തിയാൽ മൂടുപടത്തിന് പകരം ദൈവസഭയ്ക്കും ഞങ്ങൾക്ക് അപ്പോസ്തലന്മാർക്കും ഇല്ല, ഇത് ആരും എടുക്കില്ല. അടുത്ത് യോഹന്നാൻ 14:2-ലും 3-ലും പറഞ്ഞത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. 1-ല് 14 യോഹന്നാൻ 14:1 പറഞ്ഞത് ഭവനത്തിൽ വാസസ്ഥലം ഉണ്ട്. 2-ലും 3-ലും പറയുന്നത് ഞാൻ ഒരുക്കാൻ പോകുന്നു എന്ന്. ഇല്ലെങ്കിൽ എന്ന വാക്കോട് ഉപയോഗിക്കുന്നു. പിശാചിനെ മറച്ചു വെച്ചിട്ടാണ് സഭയെ പഠിപ്പിക്കുന്നത്. അടുത്തത് നെറ്റിമേലുള്ള കൈ മുദ്ര അവിടെ ചാർത്തൊന്നുമില്ല, ദൈവം കണക്കിടുന്നതാണ് ദൈവവചന വിരുദ്ധമായിട്ട്. അടുത്ത് മലാഖിയിൽ പറഞ്ഞെന്താ? യഹോവയുടെ വലുതും ഭയങ്കരമായ നാൾ വരുന്നതിന് മുമ്പ് ഏലിയാവ് അയക്കും. യെശയ്യാ പ്രവാചകൻ 40:3, മലാഖി 3:1 ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ വരവിന് മുമ്പായിട്ടാണ്. പക്ഷേ യഹോവയുടെ വരവിന് മുമ്പായിട്ട് ഇവിടെ വന്നു ഏലിയാ പ്രവാചകനായിട്ട് വന്നത്, ഏലിയാവിൻ്റെ ആത്മാവുമായി വന്നത് യോഹന്നാൻ സ്നാപകൻ. യോഹന്നാൻ സ്നാപകൻ വന്ന ശേഷം വന്ന യേശു, പേര് യേശു എന്ന. 2 രീതിയിലും ഇത് ദൈവിക വെളിപ്പാട് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾക്ക് എന്തേ മനസ്സിലാവാത്ത? ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ വരിക, വാട്സപ്പിൽ ഞാൻ അയച്ചു തരുന്നതാണ്. ഓക്കെ. അടുത്ത് പഴയ നിയമത്തിൽ ശബ്ദത്തിൽ ലംഘിക്കുന്നതിനെ കല്ലെറിയണമെന്നുണ്ടായിരുന്നു. യേശു വന്ന് ശബ്ദത്തിൽ ശുശ്രൂഷിച്ചു. അപ്പോൾ ഞാൻ തന്നെ അവൻ എന്ന് യേശു പറഞ്ഞിട്ടും ശബ്ദത്തിൽ ലംഘിച്ചത് പുത്രനാണ്, അത് വേറെയാണ്, നീ ദൈവത്തോട് സമനാക്കുന്നു എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞ പഴയ ഒരു നിയമം കൊണ്ടുവന്ന് തന്നെ വചനം കൊണ്ടുവന്ന് തന്നെ കല്ലെറിഞ്ഞവരെല്ലാം മരിച്ചുപോയി. ഇന്ന് മത്തായി 28:19 അന്ന് വചനമായിരുന്നു. ആ വചനം നിവർത്തീകരിക്കപ്പെട്ടു, അതിനകത്ത് നിന്ന് നാമം പുറത്തെടുത്തു. ഇന്ന് നാമത്തിനെതിരെ നിങ്ങൾ നിൽക്കാനായിട്ട് നാമമല്ലാത്ത 3 വാക്കുകളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മരണം ഉറപ്പ്. അടുത്തത് പഴയ നിയമത്തിൽ പറഞ്ഞത് നിന്റെ ജനം നിൻ്റെതല്ലാത്ത ദേശത്ത് 40 വർഷം അടിമയായി പാർക്കും, 400 വർഷം അടിമയായി പാർക്കും. അവർ 430 വർഷം അടിമയായി പാർത്തു. എന്ത് യഹോവയ്ക്ക് കാണാൻ കഴിയാത്തതുകൊണ്ടാണോ? ഇല്ല, അങ്ങനെ തന്നെയാണ്. അടുത്ത് യേശു ചോദിച്ചു നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? മത്തായിൽ പറയുന്നത് നീ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. കണ്ട, തൃത്വം, ദൈവം, പുത്രൻ, ക്രിസ്തു, 3 പേര് തൃത്വം എടുക്കും. ലൂക്കോസിൽ പറയുന്നത് നീ ദൈവത്തിൻ്റെ ക്രിസ്തു. കണ്ട, ദൈവം വേറൊരാൾ, നീ ക്രിസ്തു. എന്നാൽ റോമർ 8:29 എടുക്കും നീ ക്രിസ്തു, നീ തന്നെയാണ് പരിശുദ്ധാത്മ. ക്രിസ്തു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്. അതുപോലെ ഇപ്പം നിങ്ങളുടെ അനേകപരം ലംഘിക്കും. ക്രിസ്തു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിൻ്റെ മുദ്ര എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയല്ലേ? ക്രിസ്തുവിൽ മരിക്കുന്നവർ, പരിശുദ്ധാത്മാവിൽ മരിക്കുന്നവർ, ഇതല്ലേ? പക്ഷേ സാത്താൻ ബൈബിൾ കോളേജിലൂടെ പുരോഹിതന്മാരിലൂടെ പഠിപ്പിക്കുന്ന നേരെ വിപരീതമായിട്ട് എന്നിട്ട് ഞങ്ങളാണ് തെറ്റു പഠിപ്പിക്കുന്നതാണ്. അടുത്ത് കുറേ ഉണ്ട്, അതും ഒരെണ്ണം കൂടെ പറയാം. അപ്പോസ്തലപ്രവൃത്തി 9:4 മുതൽ 7 വരെ വായിച്ചാൽ പൗലോസിനെ ഒരു ദർശനത്തിൽ വെളിച്ചം കാണാം. അവിടെ എന്താണ്? ശബ്ദം കേട്ടു, വെളിച്ചം കണ്ടില്ല എന്ന് അപ്പോസ്തലപ്രവൃത്തി 9:4 മുതൽ 7 വരെ. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 22:7-8 പറയുന്നു വെളിച്ചം കണ്ടു, ശബ്ദം കേട്ടില്ല എന്ന്. ഇത് എടുത്തു വെച്ചിട്ട് ബൈബിൾ മുഴുവൻ തെറ്റാണെന്ന് സംസാരിക്കുന്ന ധാരാളം ക്രിസ്ത്യാനികൾ വരെ ഉണ്ട്, മുസ്ലിം സഹോദരന്മാരുണ്ട്. അപ്പോൾ അവിശ്വാസിക്കുള്ള വചനം അവിശ്വാസി എടുക്കും. അതുപോലെ വില്യം മരിയം ബ്രൻഹാമിലൂടെ 77 സംഭവിച്ചു തീരണമെന്നുള്ള ഞാൻ കേട്ടല്ലോ, ഞാൻ അറിയുന്നുണ്ടല്ലോ, ഞാൻ ഇതിൽ സംസാരിക്കുന്നുണ്ടല്ലോ. എന്താ ഇദ്ദേഹം കള്ള പ്രവാചനാണെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകാത്തത്? ഇതാ യേശു പറഞ്ഞത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഇത് കേട്ടിട്ടാണ് അദ്ദേഹം വന്നതെന്നാണ് പറഞ്ഞത്. ഇതിനകത്തൊരു മർമ്മമുണ്ട്, അതിപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ സഭയിൽ പഠിപ്പിക്കുന്നുണ്ട്. വെളിപ്പാട് 10 പറയുന്നുണ്ട് പ്രവാചകൻ കാഹളം മോതുന്നു. ആ ശബ്ദം കേട്ടിട്ടല്ല, വേറൊരു കാര്യമുണ്ട്, അത് വെളിപ്പെടണം. അത് വെളിപ്പെട്ടാലാണ് ഇതിനകത്ത് 3 ടൈപ്പിന് വേണ്ടി ദൈവം സംസാരിച്ചിരിക്കുന്നത് മനസ്സിലാവുള്ളൂ. ഇത് പ്രവാചകൻ സംസാരിച്ച് കോട്ടിങ്സ് ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എടുത്താലും മരിച്ചു പോകും. കാരണം യേശു പറഞ്ഞത് മതി എന്ന് പറഞ്ഞിട്ട് മത്തായി 28:10 എടുത്താൽ മരണം ഉറപ്പാണല്ലോ. അതറിയാവുന്നവർക്ക് അറിയാവും.
അതുപോലെ വില്യം മാരിയം ബ്രൻഹാമിലൂടെ കർത്താവ് പറഞ്ഞ അനേകം കാര്യങ്ങൾ അവിശ്വാസിക്ക് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സർപ്പസന്തതി, ജാരസന്തതി, ദൈവസന്തതി, 3 തരം സന്തതിയുണ്ട്. ഉൽപ്പത്തി 4 പറയുന്നത് സർപ്പസന്തതി കായിൻ, ഉൽപ്പത്തി 5 പറയുന്നത് ആദാമിൻ്റെ വംശപരമ്പര, സേത്തിൻ്റെ വംശപരമ്പര, ദൈവസന്തതി. ഉൽപ്പത്തി 6 ദൈവത്തിൻ്റെ പുത്രന്മാർ, മനുഷ്യരുടെ പുത്രിമാർ, കായിൻ്റെ മക്കൾ സേത്തിൻ്റെ വംശപരമ്പര തമ്മിൽ മിങ്കിൾ ചെയ്ത് വിവാഹം കഴിച്ച ഒരു ജാരസന്തതി, മല്ലന്മാർ വന്നു. അപ്പം സർപ്പസന്തതി, ദൈവസന്തതി, ജാരസന്തതി. ഇതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ യേശു പറഞ്ഞത്, നിങ്ങൾ ദൈവസന്തതി അല്ലായകയാൽ ദൈവവചനം കേൾക്കുന്നില്ല, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. അവൻ ആദ്യം മുതലേ കള്ളനും കൊലപാതകയും. ആദ്യത്തെ കൊലപാതകയാര്? പിശാച. അവൻ്റെ മകൻ ആരാ? കായിൻ. 1 യോഹന്നാൻ 2 പറയുന്നു, ദുഷ്ടനിൽ നിന്നുള്ളവൻ, പിശാചിൽ നിന്നാണ് അവൻ വന്നത്. ആദാമിൻ്റെ മകനല്ല. ഹൗവ ഭൂമി, ഉൽപ്പത്തി 3:20, ഹൗവ ജീവനുള്ളവർക്കൊക്കെയും മാതാവല്ലോ, ആദാം ജീവനുള്ളവർക്കൊക്കെയും പിതാവല്ലോ എന്ന് പറയോ? ഇല്ല. എന്തുകൊണ്ട്? കായിൻ ജനിച്ചത് ആദാമിൽ നിന്നല്ല. അതൊക്കെ ഒരു വലിയൊരു വിഷയമാണ്. അപ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വില്യം മാരിയം ബ്രൻഹാം ദുരുപദേശം എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നവർ ആലോചിക്കുക, നിങ്ങൾക്ക് ദുരുപദേശത്തിനായിട്ട് ദൈവം തന്നെ സംസാരിച്ചിരിക്കുന്ന വചനങ്ങളാണ് നിങ്ങൾ എടുക്കുന്നത്. ഈ എൻ്റെ മെസ്സേജിനകത്ത് ധാരാളം കൾട്ടുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ വില്യം ബ്രൻഹാം യേശുക്രിസ്തു എന്ന് പറയുന്നവരുണ്ട്. ഇന്ന് വില്യം ബ്രൻഹാം 1943 ശരീരം രൂപാന്തരപ്പെട്ട് വേറൊരു വ്യക്തി, ഏലോഹിയുമായി അപ്പം ഇറച്ചി തിന്നത് വേറൊരു വ്യക്തിയാണ്. അണ്ണാനുകളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് വില്യം ബ്രൻഹാമാണ്. വാസ്തവത്തിലൂടെ സൃഷ്ടിയൊന്നും നടന്നില്ല. അവിടെ റോമർ 4:17 ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയതാണ്. അണ്ണാനുകൾ അവിടെ ഉണ്ടല്ലോ, ലക്ഷക്കണക്കിനുണ്ടല്ലോ. ഇത് സന്ദേശത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ മെസ്സഞ്ചർ ഒന്നാണെന്ന് ഇതേ സഭയിലുള്ളവർ പഠിപ്പിക്കുന്നു. എല്ലാം ദുരുപദേശം. ഇതിനകത്ത് മരണപ്പെട്ടു പോകേണ്ട, 2ാമത്തെ ഗണത്തിലേക്ക് പോകേണ്ട ആൾക്കാരാ. മെസ്സഞ്ചർ ആരാ? ദൂതനാണ്. മെസ്സേജ് ദൈവം, വചനം. വില്യം ബ്രൻഹാമിനെ മെസ്സഞ്ചർ ആക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് ദൈവമാക്കാൻ വേണ്ടിയിട്ടുള്ള പിശാചിൻ്റെ, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് ഒരു പുരോഹിതൻ, എന്നെ അദ്ദേഹം ഇതുപോലെയൊക്കെ പഠിപ്പിച്ചു. മെസ്സേജ് വചനമാണ്. മെസ്സഞ്ചർ ഈ സന്ദേശം അറിയിക്കാൻ ദൈവം ഉപയോഗിക്കുന്ന 7ാമത്തെ അല്ലെങ്കിൽ ഓരോരോ ഏഞ്ചൽ ദൈവത്തിൻ്റെ വലത് കൈയിലെ 7 നക്ഷത്രങ്ങളാണ്. ഇത് രണ്ടും ഒന്നാണ് സാത്താൻ പഠിപ്പിക്കും. ഇതേ സന്ദേശത്തിൽ വലിയ വലിയ പ്രവൃത്തികളും ബുക്ക് മിനിസ്ട്രിയും അല്ലെങ്കിൽ ശുശ്രൂഷകളും ട്രാൻസ്ലേഷനും ഒക്കെയും ചെയ്യുന്നവരുണ്ട് ധാരാളം ലോകത്താകമാനം. ഇതെല്ലാം പഠിപ്പിക്കുന്നത് സാത്താനാണ്. അവരിലൂടെ ജ്ഞാനമാണ്. അവർ വീണുപോയിരിക്കുന്നു. ഇത് വില്യം ബ്രൻഹാം പറഞ്ഞിരിക്കുന്നു. ഈ സന്ദേശം അനേകം പേർ ജ്ഞാനം പ്രാപിച്ച് വീണുപോകും. വീണുപോയി. ഈ അടുത്ത സമയത്ത് എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു, അണ്ണാനുകളെ സൃഷ്ടിച്ച ബ്രൻഹാമാണെന്ന്. വേറെയും പലരും പറഞ്ഞു. കോഴിക്കോട് ഉള്ളവരും ബാംഗ്ലൂരുള്ളവരും ധാരാളം പേര് പഠിപ്പിക്കുന്നുണ്ട്. 7ാമത്തെ ദൂതൻ വില്യം ബ്രൻഹാമാണ്. ശുദ്ധ ഭോഷ്ക, സാത്താനാണ് പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വലത് കൈയിലെ ഏഞ്ചലാണ്. ആ ഏഞ്ചലാണ് ഈ വില്യം മാരിയം ബ്രൻഹാമിലൂടെ വന്ന് സംസാരിച്ചത്. ഓക്കെ. 63 ശേഷം ശരീരം രൂപാന്തരപ്പെട്ടു. അത് വേറെ വ്യക്തിയായി. അത് ആരാണെന്ന് തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു വില്യം ബ്രൻഹാം അതല്ല, അത് നിങ്ങൾ തിരിച്ചറിയെങ്കിൽ മണവാട്ടിയാവില്ല എന്ന്. ആ സന്ദേശം സ്റ്റാൻഡിങ് ഓൺ ദ ഗ്യാപ്പ്, വിടവിൽ നിൽക്കുക എന്ന മെസ്സേജിനകത്ത് വ്യക്തമായി കർത്താവ് അടുത്ത് വന്നിട്ട് പറയുന്നു, നിനക്ക് അതായത് തിരമാലകളെയും ആകാശത്തെ കാറ്റിനെയും ശാസിച്ച ഞാനാണെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞിട്ട് അടുത്ത് നിനക്ക് അണ്ണാനുകളെ സൃഷ്ടിച്ചെന്നത് ഞാനാണെന്ന് വിശ്വസിക്കുന്നുവോ? പ്രവാചകൻ പറഞ്ഞു അതെ. വില്യം ബ്രൻഹാം പറഞ്ഞു അതെ, ദൈവമാണ്. ഈ മഹാന്മാർ ജ്ഞാനത്തിൽ പഠിപ്പിക്കുന്നത്, ഈ മെസ്സേജിനകത്തുള്ളവരാ പഠിപ്പിക്കുന്നത് അദ്ദേഹമാണെന്ന്. അതുപോലെ തിരുവത്താഴ് നിർത്തിയിരിക്കുന്ന ഈ ജോസ് വർഗീസ്, എന്നോട് സംവാദത്തിന് വന്ന ജോസ് വർഗീസ് തിരുവത്താഴ് നിർത്തിയ കക്ഷിയാണ്. കർത്താവ് വന്നു എന്ന്, 2ാമത്തെ വരവ് കഴിഞ്ഞു എന്ന് ഇതിനകത്തും പറയുന്നു. ഇദ്ദേഹം നിർത്തിയിരുന്നതാണ്. എന്തുകൊണ്ട്? മുദ്ര തുറക്കാൻ വന്നപ്പോൾ തലയിൽ ആകാശവില്ലും മേഘമെടുത്തും അതൊരു സിഗ്നൽ കണ്ടു. അത് കർത്താവിൻ്റെ വരവാണെന്ന്. അത് വരവെന്ന് പറയുന്നു. പക്ഷേ ആത്മീക വെളിപ്പാടുള്ളവന് മനസ്സിലാക്കാം, 7 മുദ്ര തുറക്കുന്നതിനുള്ള സിഗ്നൽ ദൈവം പറഞ്ഞിരുന്ന സിഗ്നൽ ആകാശത്ത് കണ്ടതാണ്. അടുത്ത് കർത്താവ് തന്നെയാണ് ഇത് തുറക്കുന്നത്. ഈ കർത്താവല്ലേ വില്യം മാരിയം ബ്രൻഹാമിൻ്റെ ഉള്ളിൽ ഇരുന്ന പരിശുദ്ധാത്മാവ്? ഇല്ലെങ്കിൽ അപ്പോൾ പിന്നെ ഈ എൻ്റെ മെസ്സേജിനകത്തും വിഗ്രഹാരാധികളല്ലേ ഉള്ളത്? കർത്താവ് മുദ്ര തുറക്കാൻ ഇറങ്ങി വന്നു. അപ്പോൾ അകത്തിരുന്ന ആര്? വേറൊരുവനായി. എന്നാൽ ഒന്നാണെന്ന് പഠിപ്പിക്കുകയും ചെയ്യും. ഇതല്ലേ തൃത്വം പഠിപ്പിക്കുന്നത്? ഇതല്ലേ പ്രവാചകൻ പറഞ്ഞു ഈ സഭയും വീണു പോകുന്നതായി ഞാൻ കാണുന്നു? ജെഫേഴ്സൺ വില്യമോലും ഇതുപോലെ പഠിപ്പിക്കുന്നുണ്ട്. 63 വന്നു, ശരീരം രൂപാന്തരപ്പെട്ടു. ശരീരം രൂപാന്തരപ്പെട്ടു എന്ന് പറയുന്നത് അതെ പാപരഹിതമായി. അതുകൊണ്ട് കർത്താവ് ഇറങ്ങി വന്നു. അതിനുശേഷം ഇദ്ദേഹം മാറി ഏലോഹിയമായോ? ഇതൊക്കെ സാത്താൻ്റെ ഉപദേശങ്ങളല്ലേ? അതിനുശേഷം സ്റ്റാൻഡിങ് ഓൺ ദ ഗ്യാപ്പ്, അതിനകത്ത് പറയുന്നുണ്ട് ഈ ശരീരം രൂപാന്തരപ്പെട്ട ശേഷം അതെന്തായി? കർത്താവ് തന്നെ വീണ്ടും സംസാരിക്കുന്നു. മോശയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ജനത്തെ വഴി നടത്തിയ പോലെ നിന്നിരുന്നു കൊണ്ട് ഞാൻ ജനത്തെ വഴി നടത്തും. നീ ഈ കാലത്തിൻ്റെ പ്രവാചകനാകുന്നു. തീർന്നു. ഈ പിശാചുക്കൾ, എൻ്റെ മെസ്സേജിലുള്ള പിശാചുക്കൾ എന്നെ എന്താക്കി പഠിപ്പിക്കുന്നു ആലോചിച്ച് നോക്ക്. അനേകം പേർ വീണ് കിടക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ ഇപ്പം അടുത്ത് വന്നതേ ഉള്ളൂ. ദൈവത്തിൻ്റെ കൃപയാൽ വെളിപ്പാടാൻ ഞങ്ങൾക്ക് മനസ്സിലായി. ഒരു എളിയ മനുഷ്യൻ, അദ്ദേഹം പറഞ്ഞു
ഹൃദയ രഹസ്യം വെളിപ്പെടുത്തിയത് ബ്രൻഹാം എന്നാണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹം പലപ്പോഴും ശുശ്രൂഷിക്കുന്ന സമയത്ത് പറഞ്ഞ, സഹോദരി, ഞാൻ നിങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ദൈവത്തിന് എന്നോട് അറിയിക്കാൻ കഴിയുമെന്ന്, അവൻ അതിനുള്ള ശക്തി കഴിവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? അവൻ എന്നോട് അറിയിക്കും, അതിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. ഈ ജനം സർപ്പസന്ധി എന്നാണ് സാധാരണ പറയേണ്ടത്. ഇവർ പഠിപ്പിക്കുന്നത് വില്യം ബ്രൻഹാമാണ് ഹൃദയ രഹസ്യം വെളിപ്പെടുത്തി. എന്തിനാണ്? ഏലോഹിയമാക്കി തീർക്കണം. നോഹയുടെ കാലം പോലെ സോതോമിൻ്റെ നാളുകൾ പോലെ ആകുമില്ലെന്ന്. സോതോമിൻ്റെ നാളുകൾ പോലെ ആകുമ്പോഴത്തേക്ക് അബ്രഹാമിൻ്റെ അടുക്കൽ ഏലോഹിയം ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ ഇറച്ചിയും കഴിച്ചില്ലേ? ഹൃദയ രഹസ്യം വെളിപ്പെടുത്തിയില്ലേ? ഇവിടെ അതാരാണ് ചെയ്തത്? ബ്രൻഹാമല്ലേ. അപ്പോൾ ആരായി ഇത്? ഏലോഹിയം. നോക്കൂ, നോഹയുടെ കാലം പോലെയും, മെസ്സേജിനകത്തുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, നോഹയുടെ കാലം പോലെയും സോതോമിൻ്റെ നാളുകൾ പോലെ ആകുമെന്ന് പറഞ്ഞുള്ളൂ. സോതോമിൻ്റെ നാളുകൾ ഉള്ളതുപോലെ ബില്ലി ഗ്രഹാം, ഓറൽ റോബർട്ട് ഇവിടെ ലോകത്തിൻ്റെ ആകമാനം ശുശ്രൂഷിക്കുമ്പോൾ ഇവിടെ വില്യം മരിയം ബ്രൻഹാം ഉണ്ടായിരുന്നു. അബ്രഹാം പ്രവാചകനാണ്, വില്യം മരിയം ബ്രൻഹാം പ്രവാചകനാണ്. എന്നാൽ അബ്രഹാമിൻ്റെ നാളുകൾ പോലെ ആകുമെന്ന് ബൈബിളിൽ വാക്യമില്ല. അപ്പോൾ നോക്കി, അവർ കൂട്ടിച്ചേർക്കുന്നു. ഇവരാണ് വിശുദ്ധ നഗരത്തിൽ ജീവൻ്റെ അംശത്തിൽ ഓഹരിക്കാരില്ലാതെ പോകുന്നത്. അബ്രഹാമിൻ്റെ നാളുകൾ പോലെ ആകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശരീരത്തിൽ ഏലോഹിയം വരണമായിരുന്നുണ്ട്. അപ്പോഴും വില്യം ബ്രൻഹാം ആകില്ല ഏലോഹിയം. വില്യം ബ്രൻഹാമിൻ്റെ മുമ്പിൽ, അബ്രഹാമിൻ്റെ മുമ്പിൽ നിന്നതുപോലെ ഏലോഹിയം വേറൊരു വ്യക്തിയായിട്ട് കൊണ്ടിരിക്കണം. അങ്ങനെ നിന്നിട്ടില്ല. അപ്പോൾ ഈ മെസ്സേജിനകത്തും ദുരുപദേശം അനേകർ പഠിപ്പിക്കുന്നുണ്ട്, സാത്താന്യ ഉപദേശങ്ങൾ. വില്യം ബ്രൻഹാം യേശുക്രിസ്തുവാണെന്ന് പഠിപ്പിക്കുന്നത് ഇവിടെ മഹാൻ പഠിപ്പിച്ച് നടന്നു. ഇപ്പം ഞാൻ തന്നെ നേരത്തെ ഇതിനെതിരെയൊക്കെ സംസാരിച്ചപ്പോൾ ഇപ്പോൾ ആ ചർച്ചിലുള്ള ഒരു ആളിവിടെ വന്ന് പറഞ്ഞ, സഹോദരൻ ഇപ്പോൾ പഠിപ്പിക്കുന്നില്ല, നേരത്തെ പഠിപ്പിച്ചിരുന്നു. എന്തായാലും നന്നായല്ലോ. ഓക്കെ, അതിലേയും കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് അവിശ്വാസിയുടെ വചനം അവിശ്വാസി എടുക്കും, വിശ്വാസിയുടെ വചനം വിശ്വാസി എടുക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വില്യം മരിയം ബ്രൻഹാം ദുരുപദേശകനല്ല. ദൈവീയത്തിൽ ആലോചിക്കുക. അദ്ദേഹം യേശുക്രിസ്തു അല്ല. യേശുക്രിസ്തു അദ്ദേഹത്തിൽ വന്നു, ദൈവം അദ്ദേഹത്തെ വഴി നടത്തി, ദൈവം ഉപയോഗിച്ച മനുഷ്യൻ എന്നാണ് പറയുന്നത്. ഈ മെസ്സേജിൽ ബുദ്ധി, അത് പ്രവാചകനടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ സന്ദേശത്തിൽ ജ്ഞാനം പ്രാപിച്ച അനേകർ വീണു. ഇവർക്കൊക്കെ 666 കിട്ടിയവർ ഈ സന്ദേശത്തിനകത്തുണ്ട്. ബുദ്ധിയിൽ വചനം തെറ്റായി പഠിപ്പിച്ച് വ്യാഖ്യാനിച്ച് ലോകത്തേക്ക് പ്രചരിപ്പിക്കുന്നവരാണ് നെറ്റിമേൽ ലഭിക്കുന്ന 666. അത് അധികാരത്തോടു കൂടെ ഇവർ പ്രവർത്തിക്കുന്നു. ഇവർക്കും ലഭിച്ചിരിക്കുന്ന കൈമേൽ 666. ഇത് ദൈവം കണക്കിടുന്നതാണ്. നോക്കൂ, 100 പേർ പരീക്ഷ എഴുതുന്നു. വിജയിച്ചത് 10 പേരാണെങ്കിൽ പിന്നെ മറ്റവരെ തോറ്റു എന്ന് പറയേണ്ട ആവശ്യമില്ല. ആ ജയിച്ച 10 പേരെ നോക്കിയാൽ മതി, ബാക്കി തോറ്റുപോയി. അതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ മുദ്ര, ഇന്ന് കത്തോലിക്ക മുതൽ പെന്തക്കോസ്തല മുദ്രയേറ്റവരല്ല കേട്ടോ. നിങ്ങൾക്ക് അഭിഷേകമുണ്ട്. കളയുടെയും ഗോതമ്പിൻ്റെയും മേൽ ദൈവം ഒരുപോലെ മഞ്ഞും പഴയ അയക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നതിൻ്റെ അടയാളമാണ് അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തി, ദർശനം, പ്രവചനമെന്ന്. ഇതൊക്കെ യൂദയും ചെയ്തിരുന്നു. ഇതെല്ലാം മാറിപ്പോകുന്നതാണ്, വരങ്ങളാണ്. കൃപാവരമോ നീങ്ങിപ്പോകും. പരിശുദ്ധാത്മാവ്, നോക്കൂ, ഞാൻ പെന്തക്കോസ്തലിൽ ഇരുന്നപ്പോൾ ഇതിനേക്കാൾ വലിയ വീര്യപ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്. മരിച്ച വ്യക്തികൾ വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവ് ഏർപ്പിച്ചിട്ടുണ്ട്. വീര്യപ്രവൃത്തി, ക്യാൻസർ അഴുകിയിരുന്ന ക്യാൻസറുകൾ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്. നിഴലടിച്ചപ്പോൾ രോഗി സൗഖ്യം. അപ്പോസ്തലപ്രവൃത്തി 5-ാമത്തെ അധ്യായത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിഴലടിച്ചാലെങ്കിലും വല്ലവരും സൗഖ്യമാണ്. അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. 9 വർഷം ഭ്രാന്തായിരുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ചെന്ന് കയറി സിറ്റൗട്ട് ഇരുന്നതേ ഉള്ളൂ. അന്ന് അവരുടെ ഭ്രാന്ത് മാറി. അവരെ കൈയും കാലും കെട്ടിയിടുമായിരുന്നു. ജനലിൽ ബാക്കിലോട്ട് ഒരു കട്ടിൽ കോർണറിൽ ഇട്ടിട്ട് 2 കൈ 2 കോർണറിൽ ജനലിൽ കെട്ടിയിടും, 2 കാല് 2 കട്ടിലിൻ്റെ കാലിൽ കെട്ടിയിടും. കാര്യം 5 മണി കഴിഞ്ഞാൽ വസ്ത്രം വലിച്ചൊരിഞ്ഞ് കളഞ്ഞിട്ട് അവർ ഇറങ്ങി നടക്കും. കോട്ടയത്തായിരുന്നു. അന്ന് അവിടെ ചെന്ന് സിറ്റൗട്ട് സംസാരിച്ചതാണ്. അന്ന് ഞാൻ പെന്തക്കോസ്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ആ വീര്യപ്രവൃത്തി അന്നും സംഭവിച്ചു. അന്ന് മാറി അവരുടെ ഭ്രാന്ത്. 9 വർഷം ഭ്രാന്തായിരുന്നതാണ്. നിഴലടിച്ചാൽ സൗഖ്യമാകും, വീര്യപ്രവൃത്തി, അത്ഭുതം എല്ലാം നടക്കും. പക്ഷേ പരിശുദ്ധാത്മാവ് മുദ്ര അന്നും ഇല്ലായിരുന്നു. ഓരോരുത്തർ, അപ്പോസ്തലപ്രവൃത്തി 2:38, ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പോഴും എല്ലാവർക്കും ലഭിക്കുന്നില്ല. പലരെയും വചനത്തിൻ്റെ ശരിയായത് പഠിച്ച് വരുമ്പോൾ അഭിഷേകം ലഭിക്കുന്നുണ്ട്. എപ്പോഴാണ് സീൽ ചെയ്യേണ്ടത് അപ്പോഴേ കർത്താവ് സീൽ ചെയ്യുള്ളൂ. കാര്യം കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ലജ്ജിക്കില്ല. കാര്യം എന്താ? കർത്താവ് അയ്യോ മുദ്രയിട്ട് പോയല്ലോ, ഇനി എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല. കർത്താവിന് വ്യക്തമാണ്, ആദ്യോട് അന്തം കാണുന്ന കർത്താവ്. ഇപ്പം ഈ ജോസ് വർഗീസ് ബ്രദർ പരിശുദ്ധാത്മ മുദ്രയൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞാനായാലും ശരി തന്നെ കുറേ കാലം കഴിഞ്ഞ് മാറിപ്പോയാൽ പരിശുദ്ധാത്മ മുദ്രയൊന്നും ഇല്ല. അപ്പോൾ ഇതുപോലെയൊക്കെ സംസാരിച്ചില്ലേ? ഇതെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കി തന്നില്ലേ കർത്താവ്? നോക്കൂ, കർത്താവിൻ്റെ തെരഞ്ഞെടുപ്പ് ഒരിക്കലും തെറ്റില്ല. കർത്താവ് മുദ്ര ചാർത്തിയാൽ മുദ്ര ചാർത്തിയത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ഈ സംഘടനാ സഭകൾ അത് മരണമാണ്. ഇന്ന് അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് ഇരിക്കുന്ന സഭ എന്ന് പറഞ്ഞിരുന്നാലും വചനം അനേകം. അതുകൊണ്ടാണ് അബ്രഹാംകുട്ടി പാസ്റ്റർ ചോദ്യം എന്താണ്? അപ്പോസ്തലന്മാരുടെ കർത്താവ് അറിയിച്ചതിനേക്കാൾ അധികമായിട്ട് അവർക്ക് എന്താണുള്ളത്? 1205 പ്രസംഗമുണ്ട്. എല്ലാം റെക്കോർഡാണ്. ഇംഗ്ലീഷിലാണ്, അതിന് മലയാളത്തിൽ ആയിക്കൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ പുസ്തകങ്ങളുണ്ട്. ഞങ്ങളത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ദയവായിട്ട് ആർക്കെങ്കിലും കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ വരിക. എൻ്റെ വാട്സപ്പ് നമ്പർ ഫോൺ ചെയ്യണം, അതിൽ ചെയ്യാം. 980914
500386. ഒരു നമ്പർ ഇവിടെ ഉണ്ട്, അതിൽ വേണമെങ്കിൽ വിളിക്കാം. വാട്സപ്പ് അതിൽ വരണ്ട, ആ വാട്സപ്പ് ഞാൻ നോക്കാറില്ല. വിളിക്കാൻ വേണ്ടി 95 67 120 621. എൻ്റെ പേര് പോൾ രാജ്, സത്യരാജ് എസ് എന്ന്. ഫേസ്ബുക്ക് നോക്കുക, ഫേസ്ബുക്കിലുണ്ട്, കുറേ വിഷയം കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ ധാരാളം വിഷയങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സത്യരാജ് എസ് അനിൽ എന്നാണ് ഫേസ്ബുക്ക്. അതിൻ്റെ ഐഡിയ അത് തന്നെയാണ്, യൂട്യൂബിൻ്റെ ഐഡിയ അത് തന്നെയാണ്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം. കർത്താവേ സ്തോത്രം. ഇന്ന് സംസാരിച്ചത് എൻ്റെ മെസ്സേജിൽ പോലും അനേകം പേർ തെറ്റായി പഠിപ്പിക്കുന്നു. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. എങ്കിലും കർത്താവേ, ലോകം വില്യം മാരിയം ബ്രൺഹാം ഒരു ദുരുപദേശം എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം എന്നെ ഉപയോഗിച്ചു, ഞാനൊരു എളിയ മനുഷ്യൻ, ക്രിസ്തു എന്നിലിരുന്നുകൊണ്ട് സംസാരിച്ചു, കർത്താവ് എന്നെ ഉപയോഗിച്ചു. ഞാൻ ലൈംഗിക ഇച്ഛയിലൂടെ ഉണ്ടായ ഒരു മകനാണ് അപ്പനും അമ്മയിൽ നിന്ന്. അവർ പാപികളായിരുന്നു, ഞാനും പാപിയായിരുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ലൈംഗിക ഇച്ഛയിലൂടെ ഉണ്ടായ ഒരു ശരീരത്തെ ദൈവത്തിന് ഏലോഹിമിനെ ഉപയോഗിച്ചാലോ യേശു ക്രിസ്തു ഉപയോഗിച്ചാലോ ഉപയോഗിക്കാൻ കഴിയില്ല. കർത്താവേ, അനേകം പേർ ദുരുപദേശം എന്ന് പറയുമ്പോൾ ശരിയായത് കാണുവാൻ ഈ ലൈവ് ഒരു കാരണമാകട്ടെ. കർത്താവേ, അവരുടെ ഹൃദയത്തെ ഗ്രഹിപ്പിച്ചു കൊടുക്കണമേ. കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ തെറ്റായ വഴികളിലല്ല, ശരിയായ ജനം വലുതാണോ, വിദ്യാഭ്യാസമുണ്ടോ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല, എളിയ മനുഷ്യരെയാണ് ദൈവം ഉപയോഗിക്കുന്നത്. താല്പര്യമുള്ളവർ നോക്കൂ, നിങ്ങൾ ഈ സന്ദേശം വിശ്വസിച്ച്, ഈ അന്ത്യകാല സന്ദേശം, ഈ ക്രിസ്തുവിൻ്റെ വെളിപ്പാട് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഈ സഭകൾ തന്നെ വിളിക്കും. അതാ യേശു പറഞ്ഞു, നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു. ഞാനോ നിങ്ങളെ ലോകത്തുനിന്ന് തിരഞ്ഞെടുത്ത് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്ത് കളപ്പുരയിൽ ശേഖരിച്ചിരിക്കുന്നു. എന്നെ വിളിക്കുന്നുണ്ട് അനേകം ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം. എൻ്റെ അനിയത്തിയൊന്നും വന്നിട്ടില്ല, എൻ്റെ ചേട്ടൻ വന്നിട്ടില്ല, പിശാചി എന്നവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് യഥാർത്ഥ വെളിപ്പാട് നിങ്ങൾക്ക് ലഭിച്ചാൽ ഈ ക്രിസ്ത്യാനി തന്നെ യേശുവിന് അന്നത്തെ ദൈവത്തിൻ്റെ ജനമെന്ന് പറഞ്ഞ ഒരു ഭൂതമെന്ന് പറഞ്ഞതുപോലെ നിങ്ങളെയും പറയും. നിങ്ങളെ ഇന്ന് പറയുന്നില്ലെങ്കിൽ വിചാരിച്ചോളണം, നിങ്ങൾ ശരിയായ വഴിയിലല്ല, ലോകത്തിൻ്റെ രീതിയിലാണ്. കർത്താവയുടെ ഹൃദയ കണ്ണ് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു.